+1 മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് സെറ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ, അതിൻ്റെ കുറച്ച് ടൈപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്, ഉഷാർ ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് 3 സിറ്റികളുണ്ട് നമ്മുടെ കയ്യിലെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സിറ്റി എ ഉണ്ട്, ഒരു സിറ്റി ബി ഉണ്ട്, ഒരു സിറ്റി സി ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് പറയുക? ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂരാന്ന് വിചാരിക്കാം. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂരാന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത് കോഴിക്കോടിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്താൻ എൻ്റെ കയ്യിൽ 3 വഴികളുണ്ടെന്ന് വിചാരിക്കാം. ഞാനതിനെ 1, 2, 3 എന്ന് ലേബൽ ചെയ്തു. എൻ്റെ കയ്യിൽ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എത്ര വഴികളുണ്ട്? 3 വഴികളുണ്ട്. 1, 2, 3 എന്ന് ഞാൻ ലേബൽ ചെയ്തു. ഇനി മലപ്പുറത്ത് നിന്ന് എനിക്ക് തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര വഴികളുണ്ടെന്ന് എടുക്കുക? ഒരു 2 വഴികളുണ്ട് എന്ന് എടുക്കാം. 2 വഴികൾ. ഞാൻ അതിനെ എ എന്നും ബി എന്നും ലേബൽ ചെയ്തു. എ എന്നും ബി എന്നും ലേബൽ ചെയ്തു. എൻ്റെ ചോദ്യം, നമുക്ക് മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ ഏതൊക്കെ വഴികൾ ചൂസ് ചെയ്യാം? എത്ര കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാം? ടോട്ടലി നോക്കുക, 1, 2, 3, 4, 5 ടോട്ടലി ഉള്ള വഴികൾ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം? എനിക്ക് എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ചൂസ് ചെയ്യാവുന്ന വഴികളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഒന്നുകിൽ എനിക്ക് ഒന്നാമത്തെ വഴിയിലൂടെ പോയിട്ട് എ എന്ന് പറയുന്ന വഴിയിൽ കൂടെ പോവാം. അതായത് 1 എ എന്ന് പറയുന്നൊരു ചോയ്സ് എനിക്കുണ്ട് അല്ലെ? ഒന്നാമത്തെ വഴിയിൽ കൂടെ പോയിട്ട് എയിലൂടെ പോവാം, അല്ലെങ്കിൽ എനിക്ക് ഒന്നാമത്തെ വഴിയിലൂടെ പോയിട്ട് ഈ ബിയിലൂടെ പോവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ വഴിയിലൂടെ പോയിട്ട് എനിക്ക് ബിയിലൂടെ തൃശ്ശൂരിലേക്ക് എത്താം അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഈ കോഴിക്കോടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ വഴി മലപ്പുറത്ത് എത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒന്നാമത്തെ വഴി ചൂസ് ചെയ്യാം, രണ്ടാമത്തെ വഴി ചൂസ് ചെയ്യാം അല്ലേ? അപ്പം ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്തത് 2 എന്നിട്ട് ഇവിടുന്ന് ഏത് വഴി വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം. 2, 3 അല്ലെങ്കിൽ എയോ ബിയോ ചൂസ് ചെയ്യാം. ശരിയല്ലേ? അതും അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യടാ? ഈ മൂന്നാമത്തെ വഴി ചൂസ് ചെയ്തിട്ട് എ വഴി പോവാം, അല്ലെ മൂന്നാമത്തെ വഴി ചൂസ് ചെയ്തിട്ട് ബി വഴി പോകാം. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാത്സിൽ. എന്താണ്? ഈ 3 വഴികളെ ഞാനൊരു 3 എലമെൻ്റ് ഉള്ള ഒരു സെറ്റായിട്ട് എടുക്കുകയാണ്. അതായത് ഈ 3 വഴികളെ ഞാനൊരു പി എന്ന് പറയുന്ന 1, 2, 3 എന്ന് പറയുന്ന ഒരു സെറ്റായിട്ട് എടുത്തു. ഈ 2 വഴികളെ ക്യൂ എന്ന് പറയുന്ന 2 എലമെൻ്റ് ഉള്ള ഒരു സെറ്റായിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ക്രോസ് ക്യൂ, അതാണ് മക്കളെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റുകൾ. പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉണ്ടാവുന്ന എലമെൻറ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ 2 പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ 2 സെറ്റുകളെ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണ്. നമ്മളിപ്പോൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ സെറ്റുകളുടെ ഒരു കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളിങ്ങനെ കുറേ എലമെൻറ്റുകളുടെ ഒരു കോമ്പിനേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതും? പി ക്യൂ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പി ക്രോസ് ക്യൂ ഈക്വൽ ടു, ഈ സെറ്റിനുള്ളിൽ ഏതൊക്കെ എലമെന്റ്സ് വരിക എന്നറിയാം? ഈ കാണുന്ന 6 എലമെന്റ്സ് വരും. അതായത് പി ക്രോസ് ക്യൂ ആണെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും ക്രോസ് പ്രോഡക്റ്റിൽ എഴുതുമ്പം ഇങ്ങനെ ഓർഡേർഡ് പെയർ എ, ബി ആയിട്ടായിരിക്കും എലമെന്റുകൾ ഉണ്ടാവുക. ഓക്കെ, എലമെന്റുകൾ. അപ്പോൾ പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷനാണ്? ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഉണ്ടാവുന്നത് ഫസ്റ്റത്തെ സെറ്റായിട്ടുള്ള പിയിലും ബി ഉണ്ടാവുന്നത് സെക്കൻഡ് സെറ്റായിട്ടുള്ള ക്യൂയിലുമായിരിക്കും. ഇതാണ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻ. ഇത് പഠിക്കുക. പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന 2 സെറ്റുകളുടെ ക്രോസ് പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന എലമെന്റുകളുടെ ഫോമാണ് മക്കളെ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഇതിന് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് എന്നൊക്കെ പറഞ്ഞ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഓർഡേർഡ് പെയർ വേറെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ? അതായത് റിയൽ നമ്പർ ലൈനിൽ അല്ലെങ്കിൽ റിയൽ പ്ലെയിനിൽ നമ്മളൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പം x, y എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലോട്ട് ചെയ്യില്ലേ? അവിടെ നമ്മൾ അതിനെ ഓർഡേർഡ് പെയർ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? സെയിം സാധനമാണ് ഓർഡേർഡ് പെയർ എ ബി. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എവിടെ നിന്ന് വരണം? ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന
ഈ പിയിൽ നിന്ന് വരണം. അപ്പോൾ സെക്കൻഡ് എലമെന്റ് എവിടെ നിന്ന് വരണം? സെക്കൻഡ് നമ്മൾ എടുക്കുന്ന ഈ ക്യൂവിൽ നിന്ന് വരണം. അപ്പോൾ നോക്കിക്കേ, എങ്ങനെയാണ് പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കുക? ഈ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. അതിന് നമുക്ക് ഇവിടേക്ക് എഴുതാവുന്ന പെയറുകളുടെ കൂടെ 1A 1B എന്ന് എഴുതുക. ഇനി സെക്കൻഡ് എലമെന്റ് എടുക്കുക. സെക്കൻഡ് എലമെന്റ് കൂടെ നമുക്ക് ഇവിടേക്ക് എഴുതാവുന്ന പെയറുകൾ 2A 2B. മൂന്നാമത്തെ എഴുതുക, അവിടെ പെയർ. അപ്പം ഇതാണ് എന്ത്? പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന ക്രോസ് പ്രോഡക്റ്റ്. ക്ലിയർ ആയോ? അപ്പം ഏത് രണ്ട് സെറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഫസ്റ്റ് പി ക്രോസ് ക്യൂ ആണെങ്കിൽ പിയിൽ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടും ക്യൂവിൽ എലമെൻറ്റ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടും നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡെഫിനിഷൻ ഇവിടെ എഴുതുവാണ്. പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു പി ആൻഡ് ബി ബിലോങ്സ് ടു ക്യൂ. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടെ തരാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ് ഞാൻ. എ ഇ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് എടുത്തു, 1 2 0 എന്ന് പറയുന്ന ഒരു സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും? എ ക്രോസ് ബി ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം? എയിൽ നിന്ന് തുടങ്ങണം. എയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ A, 1 A, 2 A, 0. അപ്പോൾ എയുമായിട്ട് ബാക്കി ഈ എലമെൻസിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് കഴിഞ്ഞു. അടുത്ത എലമെൻറ്റ് ഇ എടുക്കുക. E, 1 E, 2 E, 0. ഇതാണ് എ ക്രോസ് ബി. അങ്ങനെയാണ് മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എങ്ങനെയായിരിക്കും ബി ക്രോസ് എ എഴുതാൻ പറ്റുക? ബി ക്രോസ് എ രണ്ട് സെയിം ആയിരിക്കുമോ? എ ക്രോസ് ബി ചെയ്താലും ബി ക്രോസ് എ ചെയ്താലും നമുക്ക് സെയിം ആയിരിക്കുമോ കിട്ടുന്നുണ്ടാവുക? നോക്കാം അല്ലേ. ബി ക്രോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലുള്ള എലമെൻ്റ് ആയിരിക്കണം ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ടത്. ശരിയല്ലേ? നോക്കി, ബിയിലെ ഫസ്റ്റ് സാധനം 1 ആണ്. 1ൻ്റെ കൂടെ ആരെ സെക്കൻഡ് വരിക? ഇവിടെ എ വരാം. 1ൻ്റെ കൂടെ ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഇ വരാം. റൈറ്റ്? ഇവിടെ 1 കഴിഞ്ഞേ അടുത്ത 2 എടുക്കാം. 2ൻ്റെ കൂടെ ഇവിടുത്തെ എ വരാം, 2ൻ്റെ കൂടെ ഇ വരാം. അടുത്ത 0 എടുക്കാം. 0യുടെ കൂടെ ഇവിടുത്തെ എ വരാം, 0യുടെ കൂടെ ഇ വരാം. ഇത് രണ്ടും സെയിം ആണോ? സെയിം ആണോ? നമ്മൾ എപ്പോഴാണ് പറഞ്ഞത് രണ്ട് സെറ്റുകളുടെ ഈക്വാലിറ്റി നമ്മൾ സെറ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോഴും രണ്ട് സെറ്റുകൾ ഈക്വൽ ആവുന്നത്? രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ അവരുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം, അതുപോലെ ഉള്ള എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കണം. ഇതിപ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും അല്ലെ? 6 എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ എലമെൻറ്റ്സ് സെയിം ആണോ? A1 എന്ന് പറഞ്ഞ പെയർ ഇതിനകത്തുണ്ടോ? ഇതിലുള്ളത് 1A ആണ്. ഓർഡേർഡ് പെയർ A1ഉം ഓർഡേർഡ് പെയർ 1Aയും സെയിം ആണോ? സെയിം അല്ല. അതുകൊണ്ടാണ് അതിൽ ഓർഡേർഡ് പെയർ എന്ന് തന്നെ പറയുന്നത്. ഇതിൽ എ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ആണ് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓർഡേർഡ് പെയറിൽ അല്ലേ? അപ്പോൾ ഈ രണ്ട് സെറ്റുകളും എന്തല്ല മക്കളെ? ഈക്വൽ അല്ല. അപ്പം നമുക്ക് പറയാം എയും ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ ജനറലി എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആവുന്ന കേസുകൾ വരാം. പക്ഷേ ഇവിടെ എന്താണ്? എല്ലായ്പ്പോഴും നമുക്കത് ഈക്വൽ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം ജനറലി അല്ലെങ്കിൽ ഇൻ ജനറൽ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. പൊതുവേ അങ്ങനെയാണ്. അങ്ങനെ ഈക്വൽ ആവുന്ന കേസുകളും വരാം. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. റെഡി? ഇനി കുറച്ച് റിസൾട്ടുകളാണ്. ഇപ്പം നമുക്ക് രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെന്ന് കിട്ടുക എന്ന് വിചാരിക്കാം. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിപ്പോൾ ഓർഡേർഡ് പെയർ എ ബിയും ഓർഡേർഡ് പെയർ XYയും. ഓക്കെ, ഈ രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നറിയോ? ഈ എ എന്ന് പറയുന്നത് എക്സിനോട് ഈക്വൽ ആയിരിക്കണം, ബി എന്ന് പറയുന്നത് വൈനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ആവുന്ന കേസിലാണ് നമ്മൾ പറയുക ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു അല്ലേ, ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ ഈ രണ്ട് സാധനങ്ങൾ ഈക്വൽ അല്ല എന്ന് പറഞ്ഞു. ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? എ എന്ന് പറയുന്നത് 1നോട് ഈക്വൽ ആവണം, 1 എന്ന് പറയുന്നത് എനോട് ഈക്വൽ ആവണം. അതാണ് ഇവിടുത്തെ റിസൾട്ട്. എ ബി ഈക്വൽ ടു XY രണ്ട് ഓർഡേർഡ് പെയറുകളാണെങ്കിൽ ഈക്വൽ ആവണമെങ്കിൽ എ ഫസ്റ്റത്തെ എലമെൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റിനോട് ഈക്വൽ ആവണം, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റിനോട് ഈക്വൽ ആവണം. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇനി രണ്ടാമത്തെ കേസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഈ ഫസ്റ്റത്തെ റിസൾട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ വരാറുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്, അത് ഓർത്ത് വയ്ക്കാം. ഇനി എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടാവും? അതാണ് അടുത്ത റിസൾട്ട്. ഇപ്പം നമ്മളിവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചു.
ഇവിടെ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ എത്രയാ? നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 1 2 അല്ലേ? എ ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 1 2 3 3. ഇതാണ് എ ക്രോസ് ബി. എത്ര എലിമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6. എ ക്രോസ് ബിയിൽ 6 എലിമെന്റ്സ് ഉണ്ട്. ഈ 2ഉം 3ഉം 6ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 2 × 3 ആണ് 6 അല്ലേ? 2 × 3 ആണ് 6. അതായത് മക്കളെ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് ബി ആണ്. എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിലെ എലിമെന്റ് ഇൻറ്റു ബിയിലെ എലിമെന്റിന്റെ നമ്പർ ആയിരിക്കും. ക്ലിയർ ആയോ? എയിൽ 8 എലിമെന്റ് ഉണ്ട്, ബിയിൽ 2 എലിമെന്റ് ഉണ്ട്. എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 8 × 2 16 എലിമെന്റ്സ് ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1 മാർക്കിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എയിൽ ഒരു 3 എലിമെന്റ് ഉണ്ട്, ബിയിൽ 4 എലിമെന്റ് ഉണ്ട്. എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ് ഉണ്ട്? 12 എലിമെന്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ആ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് ഇവിടെ റിസൾട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എൻ ഓഫ് എ പി ആണ്, എൻ ഓഫ് ബി ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി പി ക്യൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കിക്കേ. എയും ബിയും 2 നോൺ എംപ്റ്റി സെറ്റുകളാണ്. നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്, സംഭവം കാലിയല്ല അല്ലേ? അപ്പോൾ എയും ബിയും 2 നോൺ എംപ്റ്റി സെറ്റുകളാണ്. എയോ ബിയോ ഐദർ എ ഓർ ബി എന്ന് വെച്ചാൽ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ, ഇൻഫൈനൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നത്. എത്ര എണ്ണം ഉണ്ട് നമുക്ക് കറക്റ്റായിട്ട് തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും അല്ലേ? അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന അത്രയും എലമെന്റ്സ് ഉള്ള ഒരു സെറ്റാണ് ഇതിൽ എയോ ബിയോ എങ്കിൽ എ ക്രോസ് ബിയും എന്ത് തന്നെയായിരിക്കും? ഇൻഫൈനൈറ്റ് തന്നെയായിരിക്കും. എയും ബിയും 2 നോൺ എംപ്റ്റി സെറ്റുകളായിട്ട് എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ എ ക്രോസ് ബിയും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. അടുത്ത് നോക്കിക്കേ, നമ്മളിപ്പോൾ എ ക്രോസ് എ അല്ലെങ്കിൽ എ ക്രോസ് ബി ആണ് പഠിച്ചത്. ഇത് നോക്ക്, എ ക്രോസ് എ 3 ക്രോസ് വരുന്നത്. 3 ക്രോസ് വരികയാണെങ്കിൽ അതിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും എന്നറിയോ? അതായത് നമ്മളിപ്പോൾ പഠിച്ചത് എ ക്രോസ് എ എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ ഓർഡേർഡ് പെയർ എ ബി ആയിരുന്നു ഉള്ളത് അല്ലേ? എ ബിലോങ്സ് ടു എയും ബി ബിലോങ്സ് ടു എ ക്രോസ് എ ആണെങ്കിൽ ഈ രണ്ടാമത്തെ എലിമെന്റ് ഇവിടെ തന്നെ വരണം, എയിൽ തന്നെ വരണം. എ ക്രോസ് ബി ആകുമ്പോഴാണ് രണ്ടാമത്തെ എലിമെന്റ് ബിയിൽ വരുന്നത്. ഇവിടെ എ തന്നെ ആയതുകൊണ്ട് ബിയും എയിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. എ ക്രോസ് എ ആണെങ്കിൽ മക്കളെ നമുക്കിവിടെ എന്ത് വരും എന്നറിയോ? ഇതിൻ്റെ കൂടെ ഒരു എലിമെന്റ് കൂടെ വരും. ഓർഡേർഡ് പെയർ അല്ല, ഓർഡേർഡ് ട്രിപ്ലെറ്റ് എ ബി സി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു എ, സി ബിലോങ്സ് ടു എ. ഇതിപ്പോൾ സപ്പോസ് എ ക്രോസ് ബി ക്രോസ് സി ആയിരുന്നെങ്കിലും എന്ത് തന്നെ വന്നേനെ? ഓർഡേർഡ് ട്രിപ്ലെറ്റ് എ ബി സി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി, സി ബിലോങ്സ് ടു സി. ക്ലിയർ ആയോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എ ക്രോസ് എ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പരീക്ഷ ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് പഠിക്കാനുണ്ട്, നമുക്ക് ചെയ്ത് പഠിക്കാം. ഇത്രയും റിസൾട്ടുകൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തെ റിസൾട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. തന്നിരിക്കുന്നത് 2 ഓർഡേർഡ് പെയറുകളാണ്. അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 വൈ മൈനസ് 2 ഈക്വൽ ടു 3,1. നമ്മൾ എന്താ പഠിച്ചത്? ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആവുകയാണെങ്കിൽ ഈ എക്സ് പ്ലസ് 1 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 3നോട് ഈക്വൽ ആയിരിക്കണം. വൈ മൈനസ് 2 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 1നോട് ഈക്വൽ ആയിരിക്കണം. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? ഈക്വൽ ആണ് എന്ന് തന്നു. അപ്പോൾ എക്സ് പ്ലസ് 1 3 ആയിരിക്കണം, വൈ മൈനസ് 2 1 ആയിരിക്കണം. റൈറ്റ്? ഇവിടെ നിന്ന് എക്സ് എന്താ? 3 മൈനസ് 1, അതായത് എക്സ് 2 ആണ്. ഇവിടെ നിന്ന് y ഈക്വൽ ടു 1 പ്ലസ് 2, അതായത് y ഈസ് ഈക്വൽ ടു 3 ആണ്. സിമ്പിൾ അല്ലേ? 2 കോർഡിനേറ്റ് അല്ലെങ്കിൽ 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന ആളുകളും ഈക്വൽ ആണ്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ. അതായത് എക്സ് ബൈ 3 പ്ലസ് 1ഉം വൈ മൈനസ് 2/3 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയറും മൈനസ് 2/3 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കേ, ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ ഇക്വേറ്റ് ചെയ്യുക.
x/3 പ്ലസ് 1 എന്ന് പറയുന്നത് -2/3 ആണ്. അപ്പം x/3 ഈക്വൽ ടു -2/3 -1. അപ്പം x/3 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, -2 -3 ഡിവൈഡഡ് ബൈ 3. രണ്ട് സൈഡും ഫ്രാക്ഷൻ ഒരുപോലെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് കളയാം. അപ്പം x is equal to -5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇക്വേറ്റ് ചെയ്യും, വൈൻ്റെ ഇക്വേറ്റ് ചെയ്യും. y - 2/3 ഈക്വൽ ടു 2/3. 2/3 ഇങ്ങോട്ട് കൊണ്ടുപോവുക. y ഈക്വൽ ടു 2/3 പ്ലസ് 2/3. y ഈക്വൽ ടു 4/3. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആൻസർ കിട്ടിയോ? കോർഡിനേറ്റ്സ് ഇങ്ങനെ ഓർഡറുടെ പേര് ഈക്വൽ ആണെന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പൊസിഷനിലുള്ള ആളുകളെ ഇക്വേറ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സെറ്റ് എയിൽ 3 എലമെൻറ്റുകൾ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. സെറ്റ് എയിൽ 3 എലമെൻറ്റുകൾ ഉണ്ട്. സെറ്റ് ബിയിൽ 3, 4, 5 ആണ് എലമെൻറ്റുകൾ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വേണ്ടത്. എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വേണ്ടത്. മക്കളെ നോക്ക്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി അല്ലേ? എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 പേര്. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3 പേര്. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടാവും? 9 പേര്. വെരി സിമ്പിൾ. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര എളുപ്പത്തിൽ കിട്ടി അല്ലേ? ആ ഫോർമുല മാത്രം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നോക്കിയേ, പി എന്ന് പറയുന്ന സെറ്റ് എ ബി സി എന്ന് പറയുന്നതാണ്. ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ആർ ആണ്. ഫോം ദ സെറ്റ് പി ക്രോസ് ക്യൂ ആൻഡ് ക്യൂ ക്രോസ് പി. ആർ ദീസ് 2 പ്രോഡക്ട്സ് ഈക്വൽ? നമ്മൾ നേരത്തെ ചെയ്തില്ലേ, എ ക്രോസ് ബിയും ബി ക്രോസ് സിയും കണ്ടിട്ട് എ ക്രോസ് ബിയും ഇ ക്രോസ് സിയും ഈക്വൽ ആണോ നോക്കിയില്ലേ? സെയിം സാധനം. ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആവാൻ ഒരു സാധ്യതയില്ല അല്ലേ? നോക്കാം, ഇവിടെ നോക്കാം. പി ക്രോസ് ക്യൂ എങ്ങനെയാണ് ചെയ്യണ്ടേ? പി ക്രോസ് ക്യൂ എന്ന് പറയുമ്പം ആദ്യത്തെ എലമെൻറ്റുകൾ എവിടെ നിന്ന് വരണം? പിയിൽ നിന്ന് വരണം. രണ്ടാമത്തെ എലമെൻറ്റ് ക്യൂവിൽ നിന്ന് വരണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എ ആണ്, എ, ആർ. രണ്ടാമത്തെ എലമെൻറ്റ് ബി, ആർ. മൂന്നാമത്തെ എലമെൻറ്റ് സി, ആർ. അങ്ങനെയാണ് ക്യൂ ക്രോസ് പി എന്ത് വരും മക്കളെ? ക്യൂ ക്രോസ് പി എന്ന് പറഞ്ഞാൽ ക്യൂവിലെ എലമെൻ്റ് ആണ് ആദ്യം വരേണ്ടത്, പിന്നെയാണ് പിയിലെ എലമെൻറ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ആർ വരും, ആർ, എ. രണ്ടാമത്തെ എലമെൻറ്റ് ആർ, ബി. മൂന്നാമത്തത് ആർ, സി. ഈക്വൽ ആണോ? ഈക്വൽ ആണോ? ഓർഡറുടെ പേരുകൾ ഈക്വൽ ആണോ? അല്ല അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം? പി ക്രോസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ക്രോസ് പി. ഓക്കെ, ഇനി A is equal to 1, 2, 3, B is equal to 3, 4, C is equal to 4, 5, 6. Find A cross B intersection C. ഇവിടെയൊക്കെ കണ്ടോ, നമുക്ക് ഇൻ്റർസെക്ഷനും യൂണിയനും കാണാൻ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ സെറ്റ് പഠിക്കാതെ റിലേഷനിലോട്ട് വന്നിട്ടും കാര്യമില്ല അല്ലേ? നമ്മൾ ഇവിടെയും അത് പഠിച്ചിട്ടുണ്ടാവണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ബി ഇൻ്റർസെക്ഷൻ സി ഒന്ന് കണ്ടുവയ്ക്കാം. ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി എന്ത് വരും നോക്കിയേ. ഇതാണ് ബി, ഇതാണ് സി. ഇൻ്റർസെക്ഷനിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാ? 4 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? 4 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. ക്രോസ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 വരുന്നുള്ളൂ. ഇവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക നോക്കിയേ? 1, 4 സെറ്റിൽ വരുന്നത് 1, 4, 2, 4, 3, 4. 1, 4, 2, 4, 3, 4. ഇതാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. ആൻസർ ആയി. രണ്ടാമത്തെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബി യൂണിയൻ സി വേണം അല്ലേ? ബി യൂണിയൻ സി നോക്കിയേ. ബിയും സിയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? 3 വരും, 4 വരും, 5 വരും, 6 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി യൂണിയൻ സി ചെയ്ത് നോക്ക്. എ ക്രോസ് ബി യൂണിയൻ സി, അതായത് ഇവിടെ എന്ത് വരണം? 1, 2, 3 വരണം. അമ്പട, ഇത് വലിയൊരു എലമെൻ്റ് ആയിരിക്കും അല്ലേ? ഇത് കുറച്ച് വലിയൊരു ക്രോസ് വരുന്ന സെറ്റ് ആയിരിക്കും. 1, 2, 3 ക്രോസ് 3, 4, 5, 6. എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു സെറ്റിൽ? എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 3 × 4 12 എലമെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. 12 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കാം. സെറ്റ് ഇസ് ഈക്വൽ ടു ആദ്യം 1 എടുക്കുക, പിന്നെ ഓരോന്നായിട്ട് എടുക്കുക. സോ സെറ്റിൽ ഉണ്ടാവുന്നത് 1, 3, 1, 4, 1, 5, 1, 6. ഇനി എന്തെടുക്കുക? രണ്ടാമത്തെ എലമെൻറ്റ് 2 എടുക്കുക.
2 3, 2 4, 2 5, 2 6. ഓക്കെ, ഇനി മൂന്നാമത്തെ എലമെൻ്റ് എടുക്കുക. 3 4, 3 3 അല്ല, 3 4 അല്ല, 3 3, 3 3, 3 4, 3 5, 3 6. ആയല്ലോ, 12 എലമെൻറ്റ്സ് ആയല്ലോ. എ ക്രോസ് ബി യൂണിയൻ സി കിട്ടി, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സിയും കിട്ടി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് പേഷ്യൻ്റായിട്ട് ക്ഷമയോടെ എല്ലാം എടുത്ത് എഴുതി ശ്രദ്ധയോടെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് കൺസെപ്റ്റോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിരുദനാണിത്, എ ക്രോസ് എ. മക്കളെ, നമ്മളിത് ചെയ്യേണ്ടത്, നമ്മൾ വലിയ ടാസ്കുകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മുന്നിൽ വലിയ 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 ടാസ്കുകളുണ്ട്. എൻ്റെ അമ്മ ഇതൊക്കെ കൂടെ ഞാൻ എപ്പോൾ ചെയ്ത് തീർക്കും എന്നാലോചിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പുകളായിട്ട് ഓരോന്ന് ചെയ്ത് തുടങ്ങണം അല്ലേ. നമ്മൾ പറയില്ലേ, സക്സസ്സിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് എന്താണ്, ടാസ്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. അത് തുടങ്ങി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിലങ്ങ് ഫ്ലോയിൽ അങ്ങ് പോകും. ആ പറഞ്ഞ പോലെയാണ് ഇത്. ശരിക്കും ക്രോസ് എടുക്കുമ്പോൾ ഇച്ചിരി വലിയ ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഘട്ടം ഘട്ടമാക്കിയിട്ട് അങ്ങ് തുടങ്ങുക. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ എ ക്രോസ് എനെ ഇങ്ങ് എടുക്കാം. എ ക്രോസ് എ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാമല്ലോ, വളരെ സിമ്പിളാണ്. ഇത് രണ്ട് എലമെൻറ്റ്സ് മാത്രം വരുന്നൊരു സെറ്റാണ്. അപ്പം 2 1 ക്രോസ് 2 1 അല്ലേ. എങ്ങനെ ക്രോസ് എടുക്കുക, സെറ്റിൽ എന്തൊക്കെ വരും, 2 2, 2 1, 2 2, 2 1. അടുത്ത എന്ത് വരും, 1 2, 1 2, 1 1 വരും. ഇതാണ് എ ക്രോസ് എ. ഇനി എന്ത് ചെയ്താൽ മതി, ഈ എ ക്രോസ് എനെ ഒരു എ കൂടെ വെച്ച് ക്രോസ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ശ്രദ്ധിക്കാം, ഈ സാധനം ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രോസ് ഇടുന്നുണ്ട്. 2 1, 2 1. നോക്കൂ മക്കളെ, നമ്മൾ പഠിച്ചത് എന്താ, എ ക്രോസ് എ വരികയാണെങ്കിൽ അത് പെയർ ആയിരിക്കുമോ, അല്ല ട്രിപ്ലറ്റ് ആയിരിക്കും അല്ലേ. 3 പേരുടെ എ ബി സി എന്ന് പറഞ്ഞ് 3 എലമെൻറ്റുകൾ വരാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റുമാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നോക്കി, ഇത് രണ്ടും എഴുതാം. 2 ക്രോസ് 2 ഈ എലമെൻറ്റ്, അതിൻ്റെ കൂടെ വാലായിട്ട് എന്ത് കൂടെ ചേർത്ത് കൊടുക്കുക, 2 ചേർത്ത് കൊടുക്കുക, കോമ. പിന്നെ ഇതും ഈ 1ഉം കൂടെ ഒന്നിച്ച് എഴുതാം. അപ്പോൾ 2 2, 1, 2 എലമെൻറ്റ്സ് ആയല്ലോ. ഇനി ഈ എലമെൻറ്റിൻ്റെ കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനി എന്തെടുക്കുക, അടുത്ത ആൾ ഇതിനെടുക്കാം. നോക്ക്, 2 1 ഇവിടുത്തെ 2നെ എടുക്കാം. ഓക്കെ, 2 2 1 ഇവിടുത്തെ 1നെ എടുക്കാം. ഓക്കെ, കോമ. ഇയാളുടെ കോമ്പിനേഷനും കഴിഞ്ഞു. ഇദ്ദേഹത്തെ എടുക്കാം. 1 2, അവിടെ ആരുണ്ട്, ആദ്യം നമ്മൾ എന്തെടുക്കണം, 2 എടുക്കണം. 1 2, രണ്ടാമത് 1നെ എടുക്കണം. ഇയാളുടെ കോമ്പിനേഷനും കഴിഞ്ഞു. ഇനി എന്തെടുക്കണം, 1 1 1 1 ഇവിടുത്തെ 2, 1 1 ഇവിടുത്തെ 1. ഇദ്ദേഹത്തെയും ചെയ്ത് കഴിഞ്ഞു. ഇതായിരിക്കും എലമെൻറ്റ്സ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ഇത്രയും എലമെൻറ്റ്സ് ആയിരിക്കും എ ക്രോസ് എയിലുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് എ എത്രയായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് എ എത്രയായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ 2 അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8. 8 എണ്ണല്ലേ? 4 4 8. ഓക്കെ, യെസ്, വളരെ സിമ്പിളാണല്ലേ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ചോദ്യം നോക്കിക്കേ. എ ക്രോസ് ബി എന്ന് പറയുന്ന ക്രോസ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സെറ്റ് എയും ബിയും കണ്ടുപിടിക്കുക. ക്രോസ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, എയും ബിയും ഒറിജിനൽ സെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ശ്രദ്ധിച്ചേ, എ ക്രോസ് ബി എന്ന് പറയുമ്പം ഈ പ്രോഡക്റ്റിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റുകൾ എവിടെയുള്ളതായിരിക്കും? എയിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എ എഴുതാം. ഫസ്റ്റ് എലമെൻറ്റുകൾ നോട്ട് ചെയ്യൂ. ഒന്നാമത് എ, ഇവിടെ എ നമ്മൾ ഓൾറെഡി എഴുതി. രണ്ടാമത് ബി, ഇനി എലമെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എ കിട്ടി. ക്രോസ് പ്രൊഡക്റ്റ് എ ബിയിൽ രണ്ടാമത്തെ എലമെൻറ്റുകൾ വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ബിയിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ബി നോക്ക്, എക്സ് വൈ കഴിഞ്ഞില്ലേ? എക്സും വൈയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് തന്നിട്ട് നമ്മൾ ഒറിജിനൽ സെറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയേ, എ ഉണ്ട്, ബി ഉണ്ട്, എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം നോക്കിക്കോ, ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? ഓക്കെ, നമുക്ക് ആദ്യം എ ക്രോസ് ബീനെ എഴുതാം കേട്ടോ. എ ക്രോസ് ബീനെ എഴുതാൻ പോവാണ്. എ ക്രോസ് ബി
1 2 3 4 ആണ്. അപ്പോൾ എന്തൊക്കെ വരും? 1 3 1 4 വരും, 2 3 2 4 വരും. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി. ഇനി എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ഒരു സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 raised to n ആയിരിക്കും. ഓർമ്മയുണ്ടല്ലോ പഠിച്ചത്? 2 raised to n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലേ? എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലേ ഓൾറെഡി? അപ്പോൾ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ 2 raised to നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? എ ക്രോസ് ബി ഓൾറെഡി ഒരു സെറ്റാണ്. എത്ര സബ്സെറ്റ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ 2 raised to നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഇത് ഇവിടെ മാത്രമല്ല, കുറച്ച് കഴിയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി ആണ് സബ്സെറ്റ്സിൻ്റെ എണ്ണം 1 2 3 4. അപ്പോൾ 2 raised to 4, 16 സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക. 16 സബ്സെറ്റുകളാണ് എ ക്രോസ് ബിക്ക് ഉണ്ടാവുക. ഓക്കെ, ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ? ഏതൊക്കെ വരും? ഇതൊക്കെ നമ്മൾ സാധാരണ സെറ്റ് എഴുതുമ്പം ഇപ്പോൾ സെറ്റ് എ ബി സി എന്നായിരുന്നെങ്കിൽ നമ്മൾ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു. ഇവിടെ എക്ക് പകരം എന്താണ്? ഓർഡേർഡ് പെയറുകളാണ്. അപ്പോൾ അവർ വേണം നമ്മൾ ഒരു ഒറ്റ എലമെൻ്റ് ഉള്ള സെറ്റായിട്ട് എഴുതുവാണെങ്കിൽ ഓർഡേർഡ് പെയർ 1 3 ഇതൊരു സെറ്റാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സെറ്റ് 1 സെറ്റ് 3 അങ്ങനെ എഴുതി പോകരുത്. ഇവിടെ ഇതാണ് ഒരു എലമെൻറ്റ്, ഇതൊരു എലമെൻ്റാണ്, ഇത് അടുത്ത എലമെൻ്റാണ്, ഇത് അടുത്ത എലമെൻ്റാണ്, ഇത് അടുത്ത എലമെൻ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ സബ്സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെ വേണം സെറ്റായിട്ട് എഴുതാൻ. 1 3നെയാണ് നമ്മൾ സെറ്റായി എഴുതുന്നത്. അപ്പോൾ 1 3 എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇനി 1 4 എന്ന് പറയുന്ന ഒരു സെറ്റ്, പിന്നെ 2 3 എന്ന് പറയുന്ന വേറൊരു സെറ്റ്, പിന്നെ 2 4 എന്ന് പറയുന്ന വേറൊരു സെറ്റ്, പിന്നെ ഇതിൽ 2 2 2 2 വീതം വരുന്ന സെറ്റ്. ഇപ്പോൾ 1 3 വരും, 1 4 വരും, ഇതൊരു സെറ്റ്. പിന്നെ 1 4 ഉം 2 3 വരുന്ന വേറൊരു സെറ്റ് അല്ലേ? പിന്നെ 3 3 വരുന്ന സെറ്റ്, ഇതെല്ലാം കൂടെ വരുന്നൊരു സെറ്റ്, നൾ സെറ്റ് അല്ലേ? അങ്ങനെ 16 സബ്സെറ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? Cartesian product A cross A has 9 elements, among which 2 elements are -a 0 and 0a. Write A, also find A cross A. എന്താ പണ്ടായേ? നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഇവിടെ ശ്രദ്ധിക്കണം, 9 എലമെൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? എവിടെ നിന്ന് എങ്ങോട്ടാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തേക്കുന്നത്? എ ക്രോസ് എ ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തേക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ക്രോസ് എ ആണ് 9 ആയിട്ട് തന്നേക്കുന്നത്. എ ക്രോസ് എയുടെ എലിമെന്റ്സിന്റെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 9 ആണ്. അതായത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ ഹോൾ സ്ക്വയർ ആണ് 9. അപ്പം നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ എത്രയായിരിക്കും? ഇതിൻ്റെ റൂട്ട് ആയിരിക്കില്ലേ? 3 ആയിരിക്കില്ലേ? മനസ്സിലായോ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് എ 9 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ ആണ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ എൻ ഓഫ് എയുടെ സ്ക്വയർ 9 ആണെങ്കിൽ എൻ ഓഫ് എ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടി? 3 എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് ഏതോ ഒരു 3 എലമെന്റ്സ് ഉള്ള സെറ്റാണെന്ന് കിട്ടി. ഈ എ ക്രോസ് എക്കായിട്ടുള്ള 2 എലമെന്റുകളാണ് ഇതാ ഈ തന്നേക്കുന്നത്. മനസ്സിലായോ? എ ക്രോസ് എയിലുള്ള 2 എലമെന്റുകളാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക്, മൈനസ് എ ഒരു എലമെന്റ് ആണ് അല്ലേ? 2 എ ആയതുകൊണ്ട് ഏത് സെറ്റിലാന്നുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല. എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ മൈനസ് എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമുക്ക് എന്തായാലും എഴുതാം. 0 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമുക്ക് എഴുതാം. പിന്നെ നോക്ക്, എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ സെറ്റ് എ കിട്ടിയില്ലേ? അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ക്രോസ് എയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ നമ്മൾ എഴുതി, ഇതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. -a 0 എ വെച്ചിട്ട് ഒന്നുകൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് എങ്ങനെ വരും? അതിനകത്ത് വാല്യൂസ് വരുന്നത് എങ്ങനെയായിരിക്കും?
minus a minus a minus a 0 minus a 0 minus a 0 0 0 a minus a 0 a ഇങ്ങനെയായിരിക്കും a ക്രോസ് a വരിക. സിമ്പിൾ അല്ല. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. നമുക്ക് എ ക്രോസ് എയിൽ 9 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എയിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടിയത് മനസ്സിലായല്ലോ. ഇവിടുന്ന് എലമെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ എ തന്നെ ആയതുകൊണ്ട് എയും ബിയും ആകുമ്പോഴാണ് നമുക്ക് അയ്യോ ഇതിൽ ഏത് വരും എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. എ തന്നെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ആ 3 എണ്ണം എടുത്തങ്ങ് എഴുതി കഴിഞ്ഞാൽ എ ആയി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് റിലേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്, അത് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കാരണം അതിൽ നിന്നാണ് നമ്മൾ ഇനി റിലേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിലേക്ക് നമ്മൾ ഇപ്പോഴാണ് എത്തിയത് അല്ലേ. എന്താണ് റിലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ മക്കളെ ഒരു എ ക്രോസ് ബി എടുക്കണം നമുക്ക്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എഴുതി 1 2 3. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി സെറ്റ് 4. അപ്പോൾ എ ക്രോസ് ബി എന്തായിരിക്കും? എ ക്രോസ് ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സെറ്റ് 1 4 2 4 3 4 ആയിരിക്കും. സെറ്റ് 1 4 2 4 3 4 ആയിരിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ R1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. R1 എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാണ് 1 4 1 4. R2 എന്ന് പറഞ്ഞ് വേറൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാണ് 1 4 2 4. R3 എന്ന് പറഞ്ഞ് വേറൊന്നിനെ ഡിഫൈൻ ചെയ്യാണ് 3 4 3 4. ഇങ്ങനെ നമുക്ക് കുറേ സെറ്റുകൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനിത് എങ്ങനെ ഈ സെറ്റുകൾ ഉണ്ടാക്കിയത്? എ ക്രോസ് ബിയിൽ നിന്ന് കുറച്ച് എലമെൻറ്റുകൾ എടുത്ത് സബ്സെറ്റുകളായിട്ടാണ് ഞാൻ ഈ R1 R2 R3 ഒക്കെ എഴുതിയേക്കുന്നത് അല്ലേ. അതാണ് റിലേഷൻസ്. അതാണ് റിലേഷൻ. ഈ R1 എന്ന് പറയുന്നത് ഇതൊരു റിലേഷനാണ്. R ഫ്രം എ ടു ബി എന്ന് പറയുന്ന ഒരു റിലേഷനാണ് ഈ R എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു റിലേഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക കേട്ടോ. അതായത് റിലേഷൻ ആർ ഫ്രം ഒരു സെറ്റ് എ ടു ബി. ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഫോർമൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ ആറിന് നമ്മൾ റിലേഷനെ മിക്കവാറും നമ്മളൊരു ക്യാപിറ്റൽ R വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ആർ ഫ്രം സെറ്റ് എ ടു ബി. അതായത് സെറ്റുകളിലെ എലമെൻറ്റുകൾ തമ്മിൽ ഒരു കണക്ഷൻ, അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ആ റിലേഷൻ എന്ത് തന്നെയായിരിക്കും? ഒരു സെറ്റ് തന്നെയായിരിക്കും. അതെങ്ങനെയുള്ള സെറ്റായിരിക്കും മക്കളെ? എ ക്രോസ് ബി. എയും ബിയും തമ്മിലുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിൻ്റെയും ഒരു സബ്സെറ്റ് ആയിട്ടായിരിക്കും വരിക. ഇത് നിങ്ങൾ ജസ്റ്റ് ഫോർമലായിട്ട് പഠിച്ചു വെക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഈ റിലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഒരു 11th സ്റ്റാൻഡേർഡ്, ഓക്കെ 11th സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു 10th സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ വേറെയുള്ളൊരു ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10-30 പിള്ളേരുണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു 10-25 പിള്ളേരുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഇവിടെയുള്ളൊരു കുട്ടിയുടെ ബ്രദർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടുത്തെ ഒരു കുട്ടീനെ എടുത്തു. ഇവിടുത്തെ ഒരു കുട്ടി എ, ഇവിടുത്തെ ഒരു കുട്ടി ബി. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. 11ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R ഫ്രം 11th ടു 10th. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ആറിനെ ഡിഫൈൻ ചെയ്യുന്നത്? എ ഈസ് ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞ് ഒരു റിലേഷൻ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഈ R എന്ന് പറയുന്നത് ഇതെന്ത് തന്നെയായിരിക്കും? ഒരു സെറ്റ് തന്നെയായിരിക്കും. അതിൽ ഓർഡേർഡ് പെയറുകൾ ഇങ്ങനെ വരും. അതിൽ എന്തായിരിക്കും? ഈ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഓർഡേർഡ് പെയർ എ ബി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി എങ്ങനെയായിരിക്കും? എയുടെ സഹോദരനാണ് ബി, എയുടെ ബ്രദർ ആണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള വരുന്ന കുട്ടികളായിരിക്കും ഈ റിലേഷനിൽ വരിക. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഈ 10ലും 11ലും ഉള്ള കുട്ടികളുടെ ക്രോസ് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും കുട്ടികളുടെ കോമ്പിനേഷൻ എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ചുരുക്കിയിട്ട് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തു അല്ലേ, ഒരു ഡെഫിനിഷൻ സെറ്റ് ചെയ്തു. എങ്ങനെയുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തു? എയും ബിയും ബ്രദേഴ്സ് ആണ് അല്ലെങ്കിൽ എ ബിയുടെ ബ്രദർ ആണ് എന്നുള്ള ഒറ്റ റിലേഷൻ വരുന്ന കുട്ടികളെ മാത്രം ഞാൻ ഇവിടേക്ക് ചുരുക്കിയെടുത്തു. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്ന മൊത്തം സെറ്റിൽ നിന്നും ഒരു കുഞ്ഞ് സബ്സെറ്റ് എടുത്തു. അതാണ് എന്ത്? റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ആ റിലേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിലൊരു ഡിഫൈൻ ചെയ്യുന്ന, അവരെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു റിലേഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അപ്പോൾ 11th-ലും 10th-ലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ ഓരോരുത്തർ ഓരോ പേരാക്കി വെക്കുന്നതാണ് എന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഞാനൊരു കണ്ടീഷൻ അവിടെ പറഞ്ഞു, എയും ബിയും റിലേറ്റഡ് ഒരു സഹോദരങ്ങളാണ് എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന കുട്ടികളെ മാത്രം എടുത്തൊരു സെറ്റാക്കി എഴുതി. അപ്പോൾ അതെന്തായി? അതൊരു റിലേഷനായി. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ്, ഇതിൻ്റെ എല്ലാ എലമെൻസിൻ്റെയും കോമ്പിനേഷൻസ് വരുന്ന ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ 1, 4 മാത്രം എടുത്തു. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഒരു റിലേഷൻ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? R1 ഡിഫൈൻ ചെയ്യുമ്പം R1 is such that A is equal to A plus 3, അല്ലെങ്കിൽ B is equal to A plus 3, B equal to A plus 3. ഓക്കെ, B equal to A plus 3. ഇങ്ങനെയാണ് ഞാൻ റിലേഷൻ പറയുന്നത്. നോക്ക്, അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ 1 എടുത്തു അല്ലേ? ഫസ്റ്റത്തെ എലമെൻറ്റ് 1 എടുത്തു. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് എന്താണ്? ഫസ്റ്റത്തെ എലമെൻറ്റ് A plus 3 ആണ് രണ്ടാമത്തെ എലമെൻറ്റ്. അപ്പോൾ 1ഉം 4ഉം വന്നു. അങ്ങനെ നമുക്ക് ഏതൊരു ക്രോസ് പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിലേഷൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സബ്സെറ്റുകൾ എടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ R എന്ന് പറയുന്ന സെറ്റിൽ കുറച്ച് സബ്സെറ്റുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എയും ബിയും അതിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ പറയും A is related to B എന്ന് പറയും. ഓക്കെ, കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇപ്പം ഈ 10th-ൻ്റെയും 11th-ൻ്റെയും സെറ്റുകളാണെന്ന് കൺസിഡർ ചെയ്ത് അതിലുള്ള എലമെൻറ്റുകളെ കുഞ്ഞി സബ്സെറ്റ് ആക്കി എടുക്കുന്നതിനെയാണ് റിലേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ സെറ്റിനെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമിലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? അതേപോലെ തന്നെ നമുക്ക് റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്പെഷ്യൽ റിലേഷൻ, ഒരു റെപ്രസെൻറ്റേഷൻ കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ആരോ ഡയഗ്രാം. എന്താ പറയുന്നത്? ആരോ ഡയഗ്രാം. ഓക്കെ, ഇതുകൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാനുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് അത് പറയുമ്പോഴാണ് കൂടുതൽ നമുക്ക് റിലേഷൻ മനസ്സിലാവുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് എടുക്കുവാണേ. ആരോ ഡയഗ്രാം ആണ് ഞാനിപ്പോൾ പറയുന്നത്. സെറ്റുകളെ നമ്മൾ ആരോ ഡയഗ്രത്തിൽ ഇങ്ങനെയാണ് ഓവൽ ഷേപ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ R ഉണ്ട്. ഓക്കെ, എയിലുള്ള എലമെൻറ്റുകൾ 1, 2, 3, 4, 5 ആണെന്ന് വിചാരിക്കാം. ബിയിലുള്ള എലമെൻറ്റുകൾ A, B, C ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടുന്ന് എയിൽ നിന്ന് 1ലേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുകയാണ്. 3യിൽ നിന്നും എയിലേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുകയാണ്. 5ൽ നിന്ന് സിയിലേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുകയാണ്. ഈ ആരോ മാർക്ക് വരയ്ക്കുന്ന ഈ റിലേഷനിൽ ഇപ്പോൾ R എന്തോ ഒരു റിലേഷനാണ് അല്ലേ? ഈ റിലേഷനിൽ സെറ്റ് എയിലുള്ള എലമെൻറ്റ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? 1 എന്ന് പറയുന്ന എലമെൻറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എയുമായിട്ടാണ്. 3 എന്ന് പറയുന്ന എലമെൻറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എയുമായിട്ടാണ്. 5 റിലേറ്റ് ചെയ്തിരിക്കുന്നത് സിയുമായിട്ടാണ്. ഇവിടെ 4നും 2നും ഇങ്ങോട്ടേക്ക് റിലേഷൻസും കണക്ഷൻസും ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയ മക്കളെ, സിമ്പിളായിട്ട് നമ്മൾ ഈ സെറ്റിനെ 1 എങ്ങോട്ടാണ് പോകുന്നത്? എയിലേക്ക്. അപ്പോൾ 1, A എന്ന് എഴുതും. ഇനി 3 എങ്ങോട്ടേക്കാണ് പോകുന്നത്? 3 എന്ന് പറയുന്നത് എയിലേക്കാണ് പോകുന്നത്. 5 എങ്ങോട്ടേക്കാണ് പോകുന്നത്? 5 സിയിലേക്കാണ് പോകുന്നത്. 5 സിയിലേക്ക്. ഇതാണ് റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനില്ല. പക്ഷെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് ഇപ്പോൾ നേരത്തെ A is a brother of B നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ? ഇങ്ങനെ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ A, B such that A is a brother of B എന്ന് നമ്മൾ സെറ്റാക്കി എഴുതുവാണെങ്കിൽ അതെന്താണ്? റോസ്റ്റർ ഫോമാണ്. സെൻറ്റൻസ് ആയിട്ട് നമ്മൾ സെറ്റിൻ്റെ കാര്യത്തിൽ പഠിച്ച പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സെറ്റുകൾക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് B എന്ന് പറയുന്ന സെറ്റിലേക്ക് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ കുറേ കോമ്പിനേഷൻസ് കിട്ടും അല്ലേ? എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇവിടെ 5ഉം ഇവിടെ 3ഉം, 5 × 3 15 കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിൽ എത്ര കോമ്പിനേഷൻസ് മാത്രമേ നമ്മുടെ ഈ Rൽ നമ്മൾ എടുത്തിട്ടുള്ളൂ? 3 കോമ്പിനേഷൻസ് മാത്രമേ എടുത്തിട്ടുണ്ട് അല്ലേ? 1A, 3A, 5C എന്ന് പറയുന്ന 3 എലമെൻറ്റുകൾ മാത്രം വരുന്ന ഒരു റിലേഷനാണ് ഞാനിവിടെ ആരോ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ആരോ ഡയഗ്രത്തിനെ നമ്മൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു മേജർ കൺസെപ്റ്റാണ് മക്കളെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ അതായത് ഈ ഫസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലേഷൻ R ഫ്രം A to B അല്ലേ? റിലേഷൻ R ഫ്രം A to B അല്ലേ?
ഇവിടുന്ന് റിലേഷനിലെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെയാണോ ഈ ആരോ മാർക്സ് പോകുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇപ്പുറത്ത് ഇമേജ് ഉള്ളത്. ശ്രദ്ധിക്കാം മക്കളെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയുള്ള ഫസ്റ്റ് സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇമേജ് ഉള്ളത്, ഇമേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തിട്ട് എയിലേക്കാണ് ഈ ആരോ മാർക്ക് വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1ൻ്റെ ഇമേജ് ആണ് എന്ത്, എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷനിൽ 1ൻ്റെ ഇമേജ് ആണ് ആര്, എ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഏതൊക്കെ എലമെൻറ്റുകളിൽ നിന്നാണോ മാപ്പിംഗ് പോകുന്നത്, ഈ ആരോ മാർക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇമേജ് ഉള്ളത്, ആ ഇമേജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൊമെയിൻ എന്ന് വിളിക്കുക. അത് എവിടെയുള്ള എവിടെയുള്ളതായിരിക്കും, എയിലുള്ള എലമെൻറ്റുകളായിരിക്കും. ക്ലിയർ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ വേർഡ് ഇനി +2 കഴിയുന്നവരെ കേട്ടുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോവുക. നോക്കുക, ഫസ്റ്റത്തെ എലമെൻറ്റിൽ ഏതൊക്കെ എലമെൻറ്റുകളിൽ നിന്നാണോ മാപ്പിംഗ് പോകുന്നത്, ആ എലമെൻറ്റുകളെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ. ഏതൊക്കെ എലമെൻറ്റുകളിലേക്കാണോ മാപ്പിംഗ് വരുന്നത്, ഇപ്പോൾ എയും സിയും അല്ലേ ഇവിടെ മാപ്പിംഗ് വരുന്ന എലമെൻറ്റുകൾ, ആ എലമെൻറ്റുകളെയാണ് നമ്മൾ വിളിക്കുന്നത് റേഞ്ച്. എന്താ വിളിക്കുക, റേഞ്ച്. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റുകളിൽ നിന്നാണോ മാപ്പിംഗ് പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇമേജ് ഉള്ളത്, അവരെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുക. ആ ഇതിൻ്റെ സെറ്റിൻ്റെ കളക്ഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുക. ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇതിന് നമ്മൾ വിളിക്കുക പ്രീ ഇമേജ് എന്നാണ്. എയുടെ പ്രീ ഇമേജ് ആണ് 1, സിയുടെ പ്രീ ഇമേജ് ആണ് 5. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതൊക്കെ എലമെൻറ്റുകളിലേക്കാണോ മാപ്പ് വരുന്നത് അതാണ് റേഞ്ച്. പിന്നെ ഈ എൻറ്റയർ സെറ്റ് ബീനെ നമ്മൾ വിളിക്കുന്ന പേര് കോ ഡൊമെയിൻ എന്നാണ്. കോ ഡൊമെയിൻ. ക്ലിയർ ആണല്ലോ. അപ്പം R ഫ്രം A to Bയിലെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, കോ ഡൊമെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോ ഡൊമെയിൻ്റെ എന്തായിരിക്കും, സബ്സെറ്റോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ഈക്വൽ ആവുന്ന കേസ് വരും, അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് എങ്ങനെയാണ് ഡൊമെയിൻ കണ്ടുപിടിക്കുക, വളരെ സിമ്പിളാണ്. ഈ ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെന്റ്സ് ഇല്ലേ, റിലേഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റാണ് എന്ത്, ഡൊമെയിൻ. അപ്പോൾ 1 3 5 ആണ് ഡൊമെയിൻ, ശരിയല്ലേ, 1 3 5, റൈറ്റ്. ഇനി റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും, സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനാണ് റേഞ്ച്. അപ്പം എയും സിയും ആണ് റേഞ്ച് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഡൊമെയിനും റേഞ്ചും നമുക്ക് കാണിച്ചു തരുന്നത്. ഏതൊക്കെ എലമെൻറ്റുകൾക്കാണ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന R-ൽ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണ് ഇമേജ് കിട്ടുക, ഏതൊക്കെ എലമെൻറ്റുകൾ തമ്മിലാണ് റിലേറ്റഡ് ആവുക എന്നുള്ളതില്ലേ. അതിൽ ഫസ്റ്റ് എലമെൻറ്റിൽ വരുന്ന സെറ്റുകൾ ഡൊമെയിൻ, സെക്കൻഡ് എലമെൻറ്റുകളിൽ വരുന്ന സെറ്റ് റേഞ്ച്. ക്ലിയർ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ റിലേഷൻ എന്തൊക്കെ പഠിച്ചു, ഇമേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇപ്പം ഓർഡേർഡ് പെയർ 1 3 ഉണ്ട് റിലേഷനിൽ എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ R-ലുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ 3 ഈസ് ദ ഇമേജ് ഓഫ് 1 അണ്ടർ R എന്ന് പറയുന്ന റിലേഷനിൽ 3യുടെ ഇമേജ് ആണ് 1. അതാണ് ഇമേജ്. ഡൊമെയിനും കോ ഡൊമെയിനും റേഞ്ചും, അത് 3 നമ്മൾ ക്ലിയർ ആയിട്ട് തൊട്ട് മുന്നേ പറഞ്ഞു. ഓക്കെ ആണല്ലോ, യെസ്. ഇനി എ എന്ന് പറയുന്ന സെറ്റ് 1 തൊട്ട് 6 വരെ ഉള്ളതാണ്. ഡിഫൈൻ റിലേഷൻ R ഫ്രം A to A. എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പം അത് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന സബ്സെറ്റ് ആയിരിക്കും, A ക്രോസ് എയിൽ നിന്ന് എടുക്കുന്ന സബ്സെറ്റ് ആയിരിക്കും അല്ലേ. A ക്രോസ് എയിൽ നിന്ന് എടുക്കുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ R എന്ന് പറയുന്നത്. അപ്പം ഈ റിലേഷൻ നോക്കിക്കുക മക്കളെ, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, R is equal to set of all ordered pair xy such that y is equal to x plus 1. y is equal to x plus 1 എന്നുള്ള രീതിയിൽ വരുന്ന x, yകളെയാണ് നമ്മൾ ഈ A ക്രോസ് എയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, depict this relation using an arrow diagram. അത് ഒന്നാമത്തെ കാര്യം. Write down the domain, codomain and range of R. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ആരോ ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് എ, ഇതും എ തന്നെയാണ്. കാരണം എന്താ, എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ഒരു റിലേഷനാണ് നമ്മുടേത് അല്ലേ. എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന റിലേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ R-നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, 1 2 3 4
5 6. ഇവിടെയും 1 2 3 4 5 6. റെഡി. ഇനി എന്താ വേണ്ട? y = x + 1. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എക്സ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നതാണേ. ഫസ്റ്റ് എലമെന്റ് ഞാൻ 1 എടുത്തു. അപ്പോൾ 1 എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? 1 വൈയിലേക്ക് പോകുമ്പോൾ y എങ്ങനെയുള്ള y ആയിരിക്കണം? 1 + 1 ആയിരിക്കണം. ശ്രദ്ധിച്ചേ, ഞാനിവിടെ എടുത്തിട്ട് എക്സ് 1 എടുത്തു, y എന്തായിരിക്കണം? x + 1 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ y എന്തായിരിക്കും? 1 + 1 2 ആയിരിക്കും. അപ്പോൾ 1 എങ്ങോട്ടേക്കാണ് പോവേണ്ടത്? 2ലേക്കാണ് പോവേണ്ടത്. 1 പോവേണ്ടത് 2ലേക്ക്, 2 പോവേണ്ടത് എങ്ങോട്ടായിരിക്കും? 3ലേക്ക്, 3 പോവേണ്ടത് 4ലേക്ക്, 4 പോവേണ്ടത് 5ലേക്ക്, 5 പോവേണ്ടത് 6ലേക്ക്. 6ന് പോകാൻ ഇവിടെ സ്ഥലമുണ്ടോ? 6 അനാഥനാണ്, 6ന് പോകാൻ സ്ഥലമില്ല അല്ലേ? ഇവിടെ 1ലേക്ക് സാധനം വന്നിട്ടുണ്ടോ? ഇവിടെ 0 ഉണ്ടെങ്കിലേ 1ലേക്ക് മാപ്പിംഗ് വരുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇങ്ങനെയാണ് നമ്മൾ റിലേഷനെ ആരോ മാർക്ക് അല്ലെങ്കിൽ ആരോ ഡയഗ്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നോക്ക്, റൈറ്റ് ഡൗൺ ദ ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഈസി ആയിട്ട് എഴുതാം, സിമ്പിളായിട്ട് ഡൊമെയിനും കോഡൊമെയിനും ഒക്കെ എഴുതാം. ഡൊമെയിൻ എന്താ വരിക? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫസ്റ്റ് സെറ്റിലെ ഏതൊക്കെ എലമെൻറ്റുകൾക്കാണോ ഇമേജ് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻറ്റുകളെയാണോ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നത് അവരാണ് ഡൊമെയിൻ. R ഒഴികെ ബാക്കി എല്ലാവരും ഇതിൽ നിന്ന് മാപ്പിങ്ങിൽ പെടുന്നുണ്ട്. അപ്പോൾ സെറ്റ് 1 2 3 4 5 6 ആണ് ഡൊമെയിൻ. ഇനി എന്താ വേണ്ടേ? കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ്, ഈ രണ്ടാമത്തെ സെറ്റ് A തന്നെയാണ് അല്ലേ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് A എന്ന് തന്നെ എഴുതാം. കംപ്ലീറ്റ് A ഉണ്ട്. ഇനി റേഞ്ച് എന്താ വരിക? റേഞ്ചിൽ പെടാത്ത ആൾ ആരൊക്കെയാ? 1ന് മാത്രമേ ഇമേജിൽ ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് വരാത്തുള്ളൂ. 1ലേക്ക് മാത്രമേ ആരോ മാർക്ക് വരുന്നില്ല, ബാക്കി എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള എല്ലാ എലമെൻറ്റുകളും ഇതിൽപ്പെടും. 2 3 4 5 6. ഞാനിവിടെ എഴുതിയതിൽ ആദ്യം ഒരു 6 എഴുതി പോയിട്ടുണ്ടല്ലേ, സോറി. ഓക്കെ, 2 3 4 5 6 ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. റെഡി? ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, ഇവിടുന്ന് ആരോ ഡയഗ്രാം അല്ല എന്ന് വിചാരിക്കുക. ഇതിനെങ്ങനെയാണ് നമ്മൾ മറ്റേ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്? എങ്ങനെയാണ്? അതും കൂടെ ഒന്ന് എഴുതിയേക്കേ. റോസ്റ്റർ ഫോം set of all x y such that y = x + 1. ഞാൻ ആദ്യത്തെ എലമെൻറ്റ് 1 എടുത്തേ. 1 ആണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് 2 ആയിരിക്കണം. ഇതിങ്ങനെ നമ്മൾ ഈ വര വരയ്ക്കുന്നതിന് പകരം 2 എടുത്തു കഴിഞ്ഞാൽ 3 വരണം, 3 എടുത്തു കഴിഞ്ഞാൽ 4 വരണം, 4 എടുത്തു കഴിഞ്ഞാൽ 5 വരണം, 5 എടുത്തു കഴിഞ്ഞാൽ 6 വരണം. 6 എടുക്കാൻ പറ്റില്ല, കാരണം 7 നമ്മുടെ സെറ്റിനകത്ത് ഇല്ല. അപ്പോൾ ഇതായിരിക്കും റോസ്റ്റർ ഫോം. ഇവിടുന്ന് ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും, കോഡൊമെയിനും പറ്റില്ല, റേഞ്ച് എഴുതാൻ പറഞ്ഞാലോ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ കളക്ഷൻ, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുകളുടെ കളക്ഷൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്, വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കേ, എയും ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് റിലേഷൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഇത് റിസൾട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കാം മക്കളെ. R എന്ന് പറഞ്ഞാൽ, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്നല്ലേ പറഞ്ഞത് അല്ലേ? A ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിരിക്കും റിലേഷൻ. അപ്പോൾ എത്ര റിലേഷൻ ഉണ്ടാവും എയിൽ നിന്ന് ബിയിലേക്ക്? A ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും റിലേഷൻസ് ഉണ്ടാവില്ലേ? R എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ എത്ര റിലേഷൻസ് എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. A ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിന് എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും റിലേഷൻസ് ഉണ്ടാവും അല്ലേ? A ക്രോസ് ബിക്ക് എത്ര സെറ്റുകളുണ്ട്? നമുക്കിത് എഴുതുമ്പം എങ്ങനെ എഴുതാം? ഈക്വൽ ടു നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A ക്രോസ് ബി. A ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ട്? 2 raised to number of elements of A cross B. നമ്മൾ പഠിച്ചതാണല്ലേ, 2 raised to n of A into n of B. ഇത്രയും റിലേഷൻസ് ആയിരിക്കും നമുക്കുണ്ടാവുക. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ 2 raised to number of elements of A into number of elements of B. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എത്ര എലമെൻറ്റ്സ് വരും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് A 2 ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബിയും 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ്
റിലേഷൻസ് എന്ന് പറയുന്നത് എത്രയാ? 2 raised to 2 into 2, അതായത് 2 raised to 4 16 ആയിരിക്കും വരും. 16 റിലേഷൻസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് ആ ഒരു ഫോർമുല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. റിലേഷനും ഫങ്ഷനും, അതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ അല്ലേ? ശരിക്കും റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ A cross Bൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സെറ്റാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷനും ഒരു റിലേഷൻ തന്നെയാണ്. ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻ ആണ് ആര്? ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുക നോക്കാം. നമുക്ക് ഇതൊരു സെറ്റ് എ, സെറ്റ് ബി. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു മാപ്പിംഗ് എഫ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിലേഷൻ ഫങ്ഷൻ ആവേണ്ട കേസാണ് പറയുന്നത് കേട്ടോ. ഇപ്പം 1 2 3 4 5 1 2 3 ഈ മാപ്പിങ്ങിൽ റിലേഷൻ ആവുമ്പോൾ എന്താവാം? ഇപ്പോൾ 1 1ലേക്ക് പോവാം, 2 3ലേക്ക് പോവാം, 4 3ലേക്ക് പോവാം. ഇതൊരു റിലേഷനാണ്, ഇതൊരു റിലേഷനാണ്. ഈ സാധനം ഫങ്ഷൻ ആവണമെങ്കിൽ മക്കളെ ഇവിടെ ഇങ്ങനെ ഇതാ ഒഴിഞ്ഞു കിടക്കുന്ന 3ഉം 5ഉം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നിന്ന് എല്ലാ ഇമേജസിൽ നിന്നും നമുക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ എല്ലാ എലമെൻസിൽ നിന്നും നമുക്ക് എന്ത് വേണം? ഇങ്ങനെ വരകൾ പോവണം. എല്ലാ ഇമേജസിനും എല്ലാ എലമെൻസിനും ഇപ്പുറത്ത് ഇമേജ് ഉണ്ടായിരിക്കണം. അതാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? every element of A should have image. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ സെറ്റ് എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റിലേഷൻ പറഞ്ഞപ്പം ഈ സെറ്റിൽ നിന്ന് 2-3 ആളുകളെ എടുത്തിട്ടാണ് ഡൊമെയിൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഫംഗ്ഷനിൽ അങ്ങനെ നടക്കില്ല. ഈ എൻറ്റയർ സെറ്റ് ഡൊമെയിൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള എല്ലാവർക്കും ഇപ്പുറത്തെ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ? ഫംഗ്ഷൻ ആവുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഒരാളിൽ നിന്നിതാ ഇങ്ങനെ 2 വരകൾ പോകാൻ പാടില്ല. ഇതിപ്പോൾ 2ൽ നിന്ന് ഒരു വര പോയിട്ടുണ്ട്, 3ൽ നിന്ന് വര പോയിട്ടുണ്ട്, 4ൽ നിന്ന് വര പോയിട്ടുണ്ട്, 5ൽ നിന്ന് പോയിട്ടുണ്ട്, എല്ലാവരിൽ നിന്നും വര പോയിട്ടുണ്ട്, എല്ലാവർക്കും ഇപ്പുറത്തെ ഇമേജ് ഉണ്ട്. പക്ഷേ എന്തുണ്ടാവാൻ പാടില്ല? ഈ 2ൽ നിന്ന് 3ലേക്കും 2ലേക്കും ഒരുപോലെ 2 വരകൾ പോകാൻ പാടില്ല. അതായത് 2ന് അല്ലെങ്കിൽ ഏതൊരു എലമെൻറ്റിനും 2 ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ എന്ത് പറയാം? റിലേഷൻ ഫങ്ഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എന്ത് പറയാം? ഈച്ച് element should have only one image. എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടാവുകയും വേണം, ഒരെണ്ണേ ഉണ്ടാവാനും പാടുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, പക്ഷേ ഒരു ഇമേജ് എല്ലാവർക്കും ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഞാൻ ഒരു എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പിംഗ് പോകാൻ പാടില്ല. എൻ്റെ അടുത്ത് മാപ്പിംഗ് പോകണം, പക്ഷെ അത് ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കണം. 2 സൈഡിലേക്കുള്ള മാപ്പിംഗ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് 2 എണ്ണത്തിലേക്കുള്ള മാപ്പിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അങ്ങനെയുള്ളപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുക. അതാണ് റിലേഷനും ഫങ്ഷനും തമ്മിലുള്ള വ്യത്യാസം. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എലമെൻറ്റുകൾ ലെഫ്റ്റ് ഔട്ട് ആയാൽ ഇപ്പോൾ ഒരു 6 ഉണ്ടെന്ന് വിചാരിക്കാം, കുഴപ്പമൊന്നുമില്ല, റിലേഷനാണ്. ഡൊമെയിൻ എഴുതുമ്പോൾ നമ്മൾ 1 തൊട്ട് 5 വരെ ആ ഡൊമെയിനിലുണ്ടെന്ന് നമ്മൾ എഴുതും. പക്ഷേ ഫങ്ഷൻ ആവുന്ന കേസിൽ എന്താണ്? ഇതിനകത്തുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ പരിഗണിച്ച് അവർക്ക് മാപ്പിംഗ് കൊടുക്കണം. ഇവിടേക്ക് എല്ലാവർക്കും മാപ്പിംഗ് ഉണ്ടാവണം നിർബന്ധമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒഴിവ് വരാം, അത് പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെ വരരുത്. പിന്നെ അതുമല്ല, എൻഡിൽ നിന്ന് 2 വരകൾ പോകാൻ പാടില്ല. അതാണ് റിലേഷൻ ഫങ്ഷൻ ആവാനുള്ള മേജറായിട്ടുള്ള 2 കണ്ടീഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ഈ തന്നിരിക്കുന്നതിൽ റിലേഷൻസ് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഫങ്ഷൻസ് അല്ലാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് R1 നോക്കാം. 2 1 3 1 4 2. ഞാൻ ജസ്റ്റ് ഒന്ന് ആരോ ഡയഗ്രാം വരയ്ക്കാം. 2 ഉണ്ട്, 3 ഉണ്ട്, 1 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2ൽ നിന്ന് 1ലേക്ക് പോയിട്ടുണ്ട്, 3ൽ നിന്നും 1ലേക്ക് പോയിട്ടുണ്ട്, ആ 4ഉം ഉണ്ട്, 4ൽ നിന്നും 2ലേക്ക് പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? 2ൽ നിന്ന് 2 എണ്ണമൊക്കെ പോയാലാണ് ഇത് ഫംഗ്ഷൻ ആവാത്തൊരു പ്രശ്നം വരുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇപ്പം നമുക്ക് ഡൊമെയിൻ തന്നെയാണെന്ന് വിചാരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കേണ്ടത് ഇതാണ്. ഈ കേസിൽ 2 എണ്ണം പോകുന്നുണ്ടോ? 2ന് 2 ഇമേജ് ഉണ്ടോ? ഇല്ല, 2ന് 1 ഇമേജേ ഉള്ളൂ. അപ്പോൾ ഇത് ഫംഗ്ഷനാണ്. ഇവിടെ നോക്ക്, 2ൽ നിന്ന് 2ലേക്കും പോകുന്നുണ്ട്,
2-ൽ നിന്ന് 2-ലേക്കും പോകുന്നുണ്ട്, 2-ൽ നിന്ന് 4-ലേക്കും പോകുന്നുണ്ട്. നടപടിയാവോ? ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല. ഇനി 1, 2 ഇത് നോക്കിയേ, ഡൊമെയിൻ വരുന്നത് 1, 2, 3, 4, 5, 6. റിപ്പീറ്റേഷൻ വരുന്നില്ല അല്ലേ? അപ്പോൾ എന്തായാലും എന്തായിരിക്കും? അതും ഫംഗ്ഷൻ ആയിരിക്കും. സിമ്പിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? R is equal to set of all ordered pair xy such that y is equal to 2x. ഇത് നമ്മളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, അപ്പോൾ 1, 2, 3, 4 ആണ്. റിലേഷൻ R എങ്ങനെയാണ് വരിക? R എന്ന് പറയുന്നത് xy such that y is equal to 2x. എക്സും വൈയും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമ്മളിതിനെ എങ്ങനെയാണ് ഒന്ന് എഴുതുക? R is equal to set of all ordered pair y is equal to 2x. അതായത് നമ്മൾ x1 എടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കണം? 2 times x ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് x1 ആണെങ്കിൽ y 2 ആയിരിക്കും, x2 ആണെങ്കിൽ y 2 into 2 4 ആയിരിക്കും, x3 ആണെങ്കിൽ y 2 into 3 6 ആയിരിക്കും. അതാണ് റിലേഷൻ. അതിന് റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ 1, 2, 2, 4, 3, 6, 4, 8 ഇങ്ങനെ പോയിക്കോളും. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ റിലേഷൻ. സിമ്പിൾ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇട്ടതാണ്. ഓക്കെ, ഇനി എന്താണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്? മക്കളെ, റിയൽ വാല്യൂഡ് ഫങ്ഷൻസിനെ നമ്മൾ റിയൽ ഫങ്ഷൻസും എന്നൊന്നും പറയും കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി റിയൽ ഫങ്ഷൻസ്. കാരണം ഇത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള യൂസേജസിലൊക്കെ, ഈ ചാപ്റ്ററിൽ മാത്രമല്ല ഒരുപാട് ചാപ്റ്ററിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ യൂസേജ് കാണും. റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഒന്നുമില്ല, റിയൽ നമ്പേഴ്സ് വാല്യൂ ആയിട്ട് വരുന്ന ഫങ്ഷൻസിനെയാണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമെയിനും റേഞ്ചും ഒക്കെ റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? റിയൽ ഫങ്ഷൻ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് റിയൽ ഫങ്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിയൽ ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഡൊമെയിൻ അല്ലെങ്കിൽ ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷൻസിനെയാണ്. അതായത് എഫ് ഫ്രം R to R ഇതായിരിക്കും മേജർ ആയിട്ട് നമുക്ക് വരുന്നത്. പക്ഷെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഡൊമെയിനിലും റേഞ്ചിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലായി. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു 5, 6, 7 ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് തലങ്ങും വിലങ്ങും ചോദിക്കാറുണ്ട്. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഗ്രാഫ് അടക്കം ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് അടക്കം പഠിച്ചു വെക്കുക, ഡൊമെയിൻ പഠിച്ചു വെക്കുക, റേഞ്ച് പഠിച്ചു വെക്കുക. ഓക്കെ, അതിലൊന്നാമത്തെ ഫംഗ്ഷനാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിറ്റി, ഇപ്പം ഞാൻ എന്നുള്ളത് എൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഫങ്ഷൻസിൻ്റെ കേസസിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. y ഈക്വൽ ടു, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇത് എക്സ് ആക്സിസും ഇത് y ആക്സിസും അല്ലേ, എക്സ് ആക്സിസും y ആക്സിസും അല്ലേ. അപ്പോൾ ഫങ്ഷൻ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സാധനം ഫങ്ഷൻ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ്സ് വെച്ചിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പം ഈ കോർഡിനേറ്റ്സിനെ, ഈ വൈനെ നമ്മൾ ശരിക്കും എന്താണ്, ഇപ്പം നമ്മൾ ആരോ മാർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെയുള്ളൊരു സാധനത്തിനെ ഇവിടെയുള്ളതിലേക്ക് മാപ്പ് ചെയ്യാണ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് അല്ലേ. അപ്പോൾ എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാപ്പ് ചെയ്ത് ഇവിടെ പോകുന്ന എലമെൻറ്റിന് നമ്മൾ എന്താ പറയുക? ഇമേജ് ഓഫ് എക്സ് എന്നല്ലേ പറയുക. അതിന് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 2 സെറ്റുകളുണ്ട്. ഇവിടുത്തെ ഒരു എക്സ് എലമെൻറ്റിന് നമ്മൾ ഈ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അണ്ടറിലാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ അതിന് എന്താ പറയുക? ഇമേജ് ഓഫ് എക്സ് ആണ് അണ്ടർ എഫ്. അതിന് നമ്മൾ വിളിക്കുക എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതിന് ഓർഡേർഡ് പെയറായിട്ട് നമ്മൾ എഴുതുമ്പോൾ എക്സ് വൈ എന്ന് എഴുതിയാലും ഈ വൈ എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് ആണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കും, എക്സിൻ്റെ ഇമേജ് എഫിൻ്റെ അണ്ടറിൽ വരുന്ന എക്സിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ എടുക്കും? വൈ ആക്സിസിൽ എടുക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പം വൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ എഫിൻ്റെ അണ്ടറിൽ എക്സിൻ്റെ ഇമേജ്, അതാണ് വൈ. അത് നമ്മൾ എഫ് ഓഫ് എക്സ് എപ്പോഴും എവിടെ എടുക്കുക? ഈ വൈ ആക്സിസിലാണ് നമ്മൾ എപ്പോഴും എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാനുള്ളത്, ഈ എക്സ് ആക്സിസിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡൊമെയിൻ ആയിട്ട് എടുക്കുക. നമ്മൾ ഗ്രാഫൊക്കെ നോക്കി ചിലപ്പോൾ നമ്മൾ ഡൊമെയിനൊക്കെ കണ്ടുപിടിക്കേണ്ട കേസസ് വരും. ഇത് ഓർത്ത് വെച്ചാൽ മതി. എക്സ് ആക്സിസിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡൊമെയിൻ ആയിട്ട് എടുക്കുക. വൈ ആക്സിസിൽ വരുന്ന നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇല്ലേ, അതാണ് റേഞ്ച്. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കൺസെപ്റ്റുകളാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കാം.
ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഞാൻ റീകോൾ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കുക ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുവാണേ, y എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുവാണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെ വരുന്ന ഫംഗ്ഷനാണ്. ഇതാണ് ഇവിടെ ഐഡൻറ്റിറ്റി. ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങിയാലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. മനസ്സിലായോ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ ആവുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കിയാലോ. അതായത് നമ്മൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? എക്സിനും വൈക്കും വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടാണ് വരയ്ക്കുക, അല്ലേ? അപ്പോൾ എക്സ് 1 ആയി കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ, വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ വൈയും 1 തന്നെയായിരിക്കും. എക്സ് 2 ഇട്ട് കൊടുത്താൽ വൈയും 2, എക്സ് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈയും 0. നമുക്ക് വരച്ചൂടെ? എങ്ങനെയായിരിക്കും ഇത് വരിക? 0യിലൂടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ ഗ്രാഫ്. y ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഓർത്ത് വെക്കുക, ഇതാണ് വരിക. ഇനി ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താ വരിക? ഡൊമെയിനും റേഞ്ചും, ഡൊമെയിൻ റേഞ്ച്, എക്സ് ആക്സിസിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തൂടെ? എല്ലാത്തിനും നമുക്ക് ഇമേജ് തിരിച്ചു കിട്ടും. എക്സ് കൊടുത്താൽ എക്സ് തന്നെ തിരിച്ചു കിട്ടും, അല്ലേ? അപ്പോൾ എക്സിലുള്ള ഈ ആക്സിസിൻ്റെ മേലെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർ എക്സ് ആക്സിസ് ആണ്, അല്ലേ? ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു നമ്പർ ലൈൻ അല്ലേ? റിയൽ നമ്പർ ലൈൻ അല്ലേ? അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് 6 തന്നെയാണ്, അല്ലെങ്കിൽ റിയൽ നമ്പർ തന്നെയാണെന്ന് പറയാം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. റേഞ്ച് എന്താണ്? നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സും തിരിച്ചു കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഈ വൈ ആക്സിസിലുള്ള വാല്യൂസും എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റേഞ്ച് എന്താണ്? വൈ ആക്സിസ് ആണ്, അതും 6 തന്നെയാണ്, റേഞ്ച് തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് നമ്മുടെ ഡൊമെയിനും റേഞ്ചും. അപ്പോൾ ഡൊമെയിൻ ഇവിടെ എന്ത് ഇട്ട് കൊടുത്താലും റിയൽ നമ്പർ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. ഈ എക്സ് ആക്സിസ് നമ്പർ ലൈനിലിടാ, നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്പർ ലൈനിലാണ് നമ്മൾ ഈ എക്സ് ആക്സിസ്, ഒരു നമ്പർ ലൈനിനെ കുത്തര വെച്ചാൽ വൈ ആക്സിസ് വൈ. അപ്പോൾ രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് റിയൽ നമ്പർ തന്നെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് അതും റിയൽ നമ്പർ തന്നെ. അവർ ഒരു മാറ്റവും ഇല്ലാതെ നമുക്ക് ഡൊമെയിനും റേഞ്ചും കിട്ടും. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം സി. സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, സി ഏതെങ്കിലും ഒരു റിയൽ നമ്പറാണ്, സി ഏതെങ്കിലും ഒരു റിയൽ നമ്പറാണ്. y ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കിക്കേ. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? എക്സും വൈയും എടുക്കുകയാണേ. y ഈക്വൽ ടു സി ആണ്. എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും y എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് സി തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? എക്സിന് ഞാൻ 1 കൊടുത്താലും, ഇതിപ്പോൾ ഇവിടെയാണ് സി എന്ന് വിചാരിക്കുക, ഇതാണ് സി എന്ന് വിചാരിക്കുക. എക്സിന് 0 കൊടുത്താൽ സി, 1 കൊടുത്താൽ സി, 2 കൊടുത്താൽ സി, ഇവിടെ കൊടുത്താൽ സി. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് സിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ആയിരിക്കും y ഈക്വൽ ടു സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എന്താണ് മക്കളെ ഡൊമെയിൻ വരിക? ഇവിടുത്തെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് അല്ലേ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. എന്ത് വാല്യൂസ് വേണമെങ്കിലും ഇട്ട് കൊടുത്തുകൂടെ? എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു സീനും ഇല്ല, ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് എൻറ്റയർ റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷേ റേഞ്ച് എന്താ? തിരിച്ച് കിട്ടുന്ന വാല്യൂസ് എന്താ? വൈ ആക്സിസിൽ വരുന്ന ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അല്ലേ? ഇമേജ് ആയിട്ട് ഏത് എക്സ് ഇട്ട് കൊടുത്താലും നമുക്ക് തിരിച്ച് ഇമേജ് ആയിട്ട് കിട്ടുന്നത് എന്ത് മാത്രമാണ്? സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് സി ആയിരിക്കും. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റ് സി ആണ് റേഞ്ച്. വേറെ ഒരു വാല്യൂ വൈ ആക്സിസ് നമുക്ക് തരുന്നില്ല. വൈ ആക്സിസ് നമുക്ക് തരുന്ന, തിരിച്ചിങ്ങോട്ട് തരുന്ന വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാല്യൂ നമുക്ക് തിരിച്ച് വരുന്നില്ല, സി മാത്രമേ വരുന്നുള്ളൂ. സോ ഡൊമെയിൻ ആറാണെങ്കിൽ റേഞ്ച് എന്താണ്? സെറ്റ് സി ആണ്. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ പഠിച്ചു, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പഠിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ഫംഗ്ഷൻ പഠിക്കാൻ പോവാം. അടുത്ത ഫംഗ്ഷനിൽ നമുക്ക് വരുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ എന്ന് വെച്ചാൽ പോളിനോമിയൽ നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല, അല്ലേ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആരാ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 പ്ലസ്
a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x)n. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട മക്കളെ. അതായത് സിമ്പിളായിട്ട് f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു എഴുതു x² പ്ലസ് 2. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. വേറൊരു സാധനം x³ പ്ലസ് 2x² പ്ലസ് x-3 പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് ജനറൽ ഫോമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അവിടെയുള്ള -3 ഇല്ലേ, അതാണ് a0. പിന്നെ x എന്ന് പറഞ്ഞതാണ് a1x, അപ്പോൾ 1 × x. അപ്പോൾ അവിടെ 2x² ഉണ്ട്, അപ്പോൾ a2 എന്ന് പറഞ്ഞാൽ 2 ആണ്, x². അങ്ങനെ പോകുന്നതിനാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പോളിനോമിയൽ ഫംഗ്ഷൻസ് ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്തായിരിക്കും എന്നറിയോ? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഡൊമെയിൻ റേഞ്ച് രണ്ടും റിയൽ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. ഓർത്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഓരോ പോളിനോമിയലിലും ഓരോരോ ഫംഗ്ഷൻസ് ഗ്രാഫ് വരിക. അപ്പം ഞാനിപ്പോൾ ഇവിടെ f(x) = x², ഇതൊരു പോളിനോമിയൽ അല്ലേ, അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരിക. f(x) = x² എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. f(x) = x³ എടുക്കാമെന്ന് വിചാരിക്കാം. f(x) = x³. അതിൻ്റെ ഏതാണ്ട് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് f(x) = x³ വരിക. f(x) = x², f(x) = x³. x³ പോളിനോമിയൽ ഫംഗ്ഷനാണ്, x² പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമ്മൾ ഏത് x വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏത് y വാല്യൂ വേണമെങ്കിലും കിട്ടും. അപ്പോൾ റിയൽ നമ്പർ ആണ് ഡൊമെയിനും റേഞ്ചും. അടുത്തത് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = f(x) = p(x/q(x) ഫോമിൽ വരുന്ന ഫംഗ്ഷൻസ് ആണ്. അതായത് p(x)ഉം q(x)ഉം എന്ത് ഫംഗ്ഷൻസ് ആണെന്ന് അറിയാമോ? അവർ രണ്ടുപേരും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കും. ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉള്ളത്, q(x) എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. q(x) 0 ആവാൻ പാടില്ല. എന്തുകൊണ്ടാണ് മക്കളെ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ 1/0 ഇങ്ങനെയുള്ളൊരു ഫോം എന്താണ്? ഇത് ഇൻഡിറ്റർമൈൻഡ് ഫോമാണ് അല്ലേ, നമ്മളത് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളത് ഇൻഫിനിറ്റിയൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കും, +1 +2 ആയിട്ട് പഠിക്കും. ഈ 1/0 എന്നുള്ള സാധനം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ q(x) 0 ആവരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് വരുന്നു. ഡിനോമിനേറ്റർ എന്താ വരുത്? 0 ആവരുത്. ഇനി മോഡുലസ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് മക്കളെ. y = f(x) = മോഡുലസ് ഓഫ് x. അതായത് എക്സിന് നമ്മൾ രണ്ട് വരയുടെ ഇടയിൽ എഴുതുന്നു. ഇതിനെ നമ്മൾ വിളിക്കുക മോഡുലസ് ഓഫ് x എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ എന്ത് നെഗറ്റീവ് കൊടുത്താലും ആൾ തിരിച്ച് പോസിറ്റീവേ തരുള്ളൂ. അതാണ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലസ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, -2 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം, നമുക്ക് തിരിച്ചു തരുന്നത് +2 ആയിരിക്കും. പ്ലസ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ +2 തന്നെ തരും. മനസ്സിലായോ? ഇതൊരു ഫംഗ്ഷൻ നിങ്ങളൊരു പാത്രമായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു മെഷീനോ പാത്രമായിട്ട് കൺസിഡർ ചെയ്യുക മോഡെക്സ്. അപ്പോൾ ഈ മോഡെക്സിനകത്തോട്ട് നമ്മളൊരു -2 ഇട്ടു എന്ന് വിചാരിക്കാം. ഇത് തിരിച്ചു വരുന്നത് എന്തായിരിക്കും? 2 ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇതിനകത്തോട്ട് ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിട്ട് തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. അതായത് മോഡെക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, x തന്നെയായിരിക്കും തിരിച്ചു വരുന്നത് when x is greater than 0. ഒരു ഈക്വൽ ടു കൂടി ഇട്ടാൽ 0 കൊടുത്താൽ 0 തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയായിട്ട് തിരിച്ചു തരും. ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ പുള്ളി എന്ത് ചെയ്യും? ആ നമ്പറിനെ ഒരു നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തിരിച്ചു തരും. അപ്പോൾ എന്തായി? പോസിറ്റീവായി. അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. കാരണം നിങ്ങൾ ഈ +1 തന്നെ താഴേക്കുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം, അതുപോലെ +2 പഠിക്കുമ്പോഴൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മക്കളെ, മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മൾ എന്ത് നെഗറ്റീവ് കൊടുത്താലും തിരിച്ച് നമുക്ക് തരുന്നത് പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പോസിറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് പണിയൊന്നുമില്ല, പുള്ളി x തന്നെ തിരിച്ചു തന്നോളും. നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു മൈനസ് കൂടി ഇട്ടിട്ട് അത് പോസിറ്റീവ് ആക്കി തരും. അപ്പോൾ അതിൻ്റെ മീനിങ് x കൊടുത്തു കഴിഞ്ഞാൽ x തരും, നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് x. അപ്പോൾ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 തന്നെ തരും,
-2 കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും പുള്ളി -2 ആക്കിയിട്ട് 2 തന്നെ തരും. അതാണ് മോഡുലസ്. ഓർത്തിരിക്കുക. ഇനി ഇത് രസമാണ് കേട്ടോ, ഇതിൻ്റെ ഫംഗ്ഷൻ ഗ്രാഫ് രസമാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് കുറേ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ മോഡുലസ് ഞാൻ ടേബിൾ വരയ്ക്കാം. എക്സും വൈയും കൊടുക്കുവാണേ. ഞാൻ -1 കൊടുത്താൽ പുള്ളി എന്ത് തരുന്നാ പറഞ്ഞേ? -1 കൊടുത്താൽ പുള്ളി എന്ത് തരും? 1 തരും. 0 കൊടുത്താൽ 0 തരും. 2 കൊടുത്താൽ 2 തരും. -2 കൊടുത്താൽ 2 തരും. ശരിയല്ലേ? ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. 0 കൊടുത്താൽ 0 തരും. എക്സ് -1 കൊടുത്താൽ പുള്ളി തരുന്ന വാല്യൂ ഏതാ? +1. അപ്പോൾ ഇവിടെ വരും അല്ലേ? ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് തരുന്നത് 2 തന്നെയാണ്. -2 കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് തരുന്നത് -2. അതായത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫായിരിക്കും മോഡുലസ് ഫംഗ്ഷൻ്റെത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു വി പോലെ. നെഗറ്റീവ് ഇമേജസ് വരില്ല. വൈൻ്റെ നെഗറ്റീവ് ആക്സസ് അല്ലേ താഴേക്കുള്ളത്. നെഗറ്റീവ് ഇമേജസ് എന്ന് പറയുന്ന ഒരു സാധനം മോഡുലസിന് ഇല്ല. നെഗറ്റീവ് ഇല്ല അവിടെ, ഓൺലി പോസിറ്റീവ്. നമ്മൾ കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് വരും. ഓർത്തിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡൊമെയിനും റേഞ്ചും? ഡൊമെയിനും റേഞ്ചും എന്തായിരിക്കും? ഡൊമെയിൻ ഒരു സീരുമില്ല. എക്സ് ആക്സിസിന്റെ മേലെയുള്ള ഏത് വാല്യൂ കൊടുത്താലും ആശാൻ നമുക്ക് വാല്യൂ തിരിച്ചു വരും അല്ലേ? അതുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെ വരും? എല്ലാ റിയൽ നമ്പേഴ്സും വരും. അപ്പോൾ ഡൊമെയിൻ നമ്മൾക്ക് എന്ത് എഴുതാം? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെന്ന് എഴുതാം. പക്ഷേ തിരിച്ച് എന്തേ തരുള്ളൂ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ തരുള്ളൂ. നമ്മൾ റിയൽ നമ്പർ നെഗറ്റീവ് കൊടുത്താലും അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ തിരിച്ചു തരുമ്പം അത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സേ തരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒറിജിനൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് നെഗറ്റീവ്സ് കട്ട് ചെയ്യണം. അതിന് നമ്മൾ എങ്ങനെ എഴുതാം? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. 0ക്ക് ക്ലോസ്ഡ് കൊടുക്കാം അല്ലേ? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. ഇതാണ് എന്ത്? മോഡുലസിൻ്റെ ഡൊമെയിനും റേഞ്ചും. നെഗറ്റീവ് വാല്യൂസ് ഇല്ല. ക്ലിയർ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ, സൈനം ഫംഗ്ഷൻ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y = ഇതൊരു 2-3 കണ്ടീഷൻസ് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഈ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് വൈയുടെ വാല്യൂ അല്ലെങ്കിൽ f(x)ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ >0 ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് സൈഡിലേക്കുള്ള വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പുള്ളി നമുക്ക് തരുന്ന വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ പുള്ളി നമുക്ക് തരുന്ന വാല്യൂ 0 ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ <0 ആണെങ്കിൽ പുള്ളി നമുക്ക് തരുന്ന വാല്യൂ -1 ആയിരിക്കും. നോക്കിയേ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ +1, 0 കൊടുത്താൽ 0, നെഗറ്റീവ് നമ്പർ കൊടുത്താൽ -1. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? നോക്ക്, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും. ഇവിടെ ഒരു ഉണ്ട കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ ആണെങ്കിലും പുള്ളി എന്ത് തരുന്നാ പറഞ്ഞേ? പുള്ളി തിരിച്ചു തരുന്നത് +1 ആയിരിക്കും അല്ലേ? +1 ആയിരിക്കും. ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ കൊടുക്കുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പുള്ളി തരുന്നത് എന്തായിരിക്കും? പുള്ളി തരുന്നത് -1 ആയിരിക്കും. ചേട്ടാ, ഓക്കെ, ഇതാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടേക്കുന്നത്, ഇവിടെ ഒരു ഡാർക്ക് സർക്കിൾ ഇട്ടേക്കുന്നത്? മക്കളെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് 0യിൽ നമുക്ക് ഇവിടുത്തെ 0ൻ്റെ വാല്യൂ ആണ് അവർ തരുന്നത് അല്ലേ? പക്ഷേ 0ൻ്റെ തൊട്ടടുത്ത വാല്യൂവിന് ഏതാ വരുന്നത്? 0ൻ്റെ തൊട്ടടുത്ത വാല്യൂ പോസിറ്റീവ് നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് 1 ആണ് വാല്യൂ തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കറുപ്പിക്കാത്തൊരു സർക്കിൾ ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്, പക്ഷേ തൊട്ടടുത്ത വാല്യൂവിന് നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 0ക്ക് ഡാർക്ക് ചെയ്യുക, ഇവിടെ കറുപ്പിക്കാത്ത 2 വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്താ വരിക? ഇത് തൊട്ടടുത്ത വാല്യൂ, അതായത് 0 കഴിഞ്ഞ് തൊട്ടടുത്ത വാല്യൂവിനും 1 ആണ് വാല്യൂ എന്നുള്ളതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഡൊമെയിനും റേഞ്ചും എന്ന് പറഞ്ഞേ. ഡൊമെയിനും റേഞ്ചും എന്ത് വരും? നോക്ക്, x > 0, 0 <0, എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കുക, ഒരു വിഷയമില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡൊമെയിൻ R ആണെന്ന് കിട്ടും. റേഞ്ച് ആണ് ടെസ്റ്റ്. പോസിറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1 ആണ് തിരിച്ച് കിട്ടുന്നത് അല്ലേ? 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് തിരിച്ച് കിട്ടുന്നത്.
നെഗറ്റീവ് നമ്പർ കൊടുത്താൽ -1 ആണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ആകെ 3 വാല്യൂസ് എന്താ? നമ്മൾ 100 കൊടുത്താലും 1 ആ കിട്ടുക, -100 കൊടുത്താലും -1 ആ കിട്ടുക, 1000 കൊടുത്താലും 1 ആ കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ചിൽ തിരിച്ചു കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ -1ഉം 0ഉം 1ഉം മാത്രമാണ്. സോ ഇതാണ് ഡൊമെയിനും റേഞ്ചും. ഡൊമെയിനും റേഞ്ചും ഓക്കെ ആണല്ലോ. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇതും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇത് രസമാണ്, ഇത് ഞാൻ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്നാണ്. ഇങ്ങനെയൊരു ബ്രാക്കറ്റിലാണ് നമ്മൾ കൊടുക്കുക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ എക്സ്, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ് ഒരു 2.09 ആണെന്ന് വിചാരിക്കാം. ഇതെന്താണ്? ഒരു ഡെസിമൽ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആണ് അല്ലേ? അത് ഇൻറ്റിജർ ആണോ? ഇൻറ്റിജർ അല്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിലോട്ട് ഈ എക്സിനെ കൊടുത്താൽ, അതായത് എഫ് ഓഫ് 2.09 എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത് എന്തായിരിക്കും എന്നറിയോ? 2 ആയിരിക്കും. അതെങ്ങനെയാ? 2.09നേക്കാളും ചെറിയ ഏറ്റവും വലിയ ഇൻറ്റിജർ. 2.09നേക്കാളും ചെറിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റിജർ ആണ്, 0 ഇൻറ്റിജർ ആണ്, -1. അങ്ങനെയല്ല, ആ ചെറുതുകളിൽ ഏറ്റവും വലുത്. മനസ്സിലായോ? ഇപ്പം ഞാൻ കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ഒരു 13.5 ആണെന്ന് വിചാരിക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 13.5നേക്കാൾ ചെറിയ ഇൻറ്റിജർ ഏതാ? 13. നെഗറ്റീവ് നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം -2.9 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം എഫ് ഓഫ് എക്സ് എന്ത് വരും? അതിന് തൊട്ട് താഴെ ചെറുതാണേ വേണ്ടത്, അപ്പോൾ അത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം -3 വരും. -3. നെഗറ്റീവ്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. -2.9നേക്കാളും ചെറുതെന്ന് പറയുമ്പം -3 വരും. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഗ്രാഫ് നോക്കിക്കേ. നമുക്കിപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കുറച്ച് നീട്ടി വരയ്ക്കാം അല്ലേ. ഇപ്പം ഇവിടെ 0 ആണ്, 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്. നോക്കിയാൽ മക്കളെ, 0 തൊട്ട് 1 വരെയുള്ള ഏത് വാല്യൂ കൊടുത്താലും എന്താ ഔട്ട്കം കിട്ടുക? 0 നോക്കിയേ, 0.01 കൊടുത്താൽ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്താൽ 0 ആണ് വരിക. സോ അതിനേക്കാളും ചെറിയ ഇൻറ്റിജർ. ഇപ്പോൾ 0.99 കൊടുത്തു, ഏതാ ഇതിനേക്കാളും ചെറിയ ഇൻറ്റിജർ? 0 ആണ് വരിക. അതായത് 1ന് താഴെയുള്ള ഏത് ഇൻറ്റിജർ കൊടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അത് പറഞ്ഞുതരാം. അതായത് 1ന് താഴെയുള്ള ഏത് കൊടുത്താലും നമുക്ക് 0 ആണ് കിട്ടുക. 1 കൊടുത്താൽ എന്താ കിട്ടുക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 കൊടുത്താലും നമുക്ക് 1 ആണ് കിട്ടുക. അതായത് തരുന്നത് ഡെസിമൽ ആണെങ്കിലാണ് നമ്മൾ താഴേക്ക് വരേണ്ടത്. അപ്പോൾ ഇൻറ്റിജർ തന്നെ കൊടുത്താൽ എന്ത് വരും? അത് തന്നെ വരും. ഇപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ? ഇവിടെ ഹോളാണ്. 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? 1 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇനി 1 തൊട്ട് 2 വരെയുള്ള എലമെൻറ്റ്സ്, 1.2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 അല്ലേ? 1.5 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 1. അപ്പോൾ 1 തൊട്ട് 2 വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1. പക്ഷേ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരിക, ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. ഇങ്ങനെ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, ഗ്രാഫ് പഠിച്ചു വയ്ക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം r minus set 0 to r defined by f of x equal to 1/x. അതായത് ഇവിടെ നോക്കിയേ, നമുക്ക് 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് വേണ്ടത്. അതിൻ്റെ ഡൊമെയിനും റേഞ്ചും തന്നിരിക്കുന്നത് കണ്ടോ? എഫ് ഫ്രം r മൈനസ് സെറ്റ് 0, എഫ് ഫ്രം r മൈനസ് സെറ്റ് 0യിൽ നിന്ന് ആറിലേക്ക് എന്താ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇതെന്തുകൊണ്ടാണ് മക്കളെ ഇവിടെ നിന്ന് ഈ r മൈനസ് സെറ്റ് 0 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്നത് എന്താ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആണ് ഡൊമെയിൻ, ശരിയല്ലേ? എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ്. അപ്പോൾ ഇവിടുന്ന്
ഈ സെറ്റ് 0 ഒഴിവാക്കാനുള്ള കാരണം എന്താ? നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ 1/x ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1/1 വരും, 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 വരും, 0 കൊടുത്തു കഴിഞ്ഞാലോ 1/0 വരും. 1/0 ഡിഫൈൻഡ് അല്ലാതെ ഞാൻ ഒട്ടും മുന്നേ പറഞ്ഞേ ഉള്ളൂ, 1/0 വരാം. അപ്പോൾ എന്താ ചെയ്ത ഇവിടെ? ഇത് ശരിക്കും ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ് അല്ലേ? 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ, ഡിനോമിനേറ്ററിൽ വരുന്ന സാധനം 0 ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് 0 ആവുന്ന പോയിന്റ് അല്ലേ, എക്സ് 0 ആവുന്ന ആ ഒരു സാധനം നമ്മൾ ഈ ഡൊമെയിനിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡൊമെയിനിൽ നിന്ന് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകൾ നമ്മൾ ഒഴിവാക്കി. അതാണ് നമ്മൾ ഡൊമെയിനിൽ r-set 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഗ്രാഫ് വരുന്നത് 0യിലേക്ക് എന്തുണ്ടാവില്ല? ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ദാ ഈ രീതിയിലാണ് ഗ്രാഫ് വരിക. ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, ഈ രീതിയിലാണ് f(x) = 1/xൻ്റെ ഗ്രാഫ് വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൊമെയിൻ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് വരുന്നത് 1/1 - x ആണ് f(x) എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡൊമെയിൻ എന്തായിരിക്കും വരിക? അതായത് ഈ ഡിനോമിനേറ്റർ 0 ആവാത്ത പോയിന്റുകളാണ് ഇവിടെ വരേണ്ടത്, ഡൊമെയിനിൽ വരേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? x = 1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താ? x = 1ലാണ് ഡിനോമിനേറ്റർ 0 ആവുക. അപ്പോൾ ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫൈൻഡ് ആവില്ല, 1/0 വരും. നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ബാക്കിയുള്ള ഏത് റിയൽ നമ്പർ കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഡൊമെയിൻ എങ്ങനെ കൊടുക്കണം? റിയൽ നമ്പറിൽ നിന്ന് ഈ സെറ്റ് 1 നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. മനസ്സിലായോ? റിയൽ നമ്പറിൽ നിന്ന് സെറ്റ് 1നെ നമ്മളങ്ങ് ഒഴിവാക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 1/xൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? ഇനി അടുത്ത നോക്കിക്കേ, ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f(x) = √9 - x². ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ചെയ്യാനുണ്ട്. ഇത് നോക്കിക്കേ, നമുക്കുള്ളത് 9 - x². എടാ, റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലാ പ്രശ്നമാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ എന്തോ ഒരു സാധനം റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പഠിച്ചിട്ടില്ലേ? അതെന്തായിരുന്നു? അത് നെഗറ്റീവ് അല്ലേ? നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്ന കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശരിക്കും പ്രശ്നമല്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിക്കും, നിങ്ങൾ കോംപ്ലക്സ് നമ്പറിൽ അത് പഠിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ഈ f(x) എന്ന് പറയുന്ന ഈ 9 - x² എന്ന് പറയുന്ന ഫംഗ്ഷനിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരിക നോക്കുക. ആ വാല്യൂസ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഡൊമെയിനായി. അതായത് നമ്മൾ നോക്കുന്നത് എന്താ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എന്താ? എക്സിന് എന്തൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അല്ലേ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാവുന്ന പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്, പോസിബിൾ വാല്യൂസ് ഫോർ എക്സ്. അതാണ് നമ്മൾ ഡൊമെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്ക്, നമുക്ക് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരരുത് എന്നുള്ളതല്ലേ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 9 - x², റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരരുത്. അതായത് 9 - x² എന്താവണം? >0 അല്ലെങ്കിൽ =0 ആവണം. ക്ലിയർ ആയോ? റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരെ പോവാം മാക്സിമം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ 9 - x² >0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 9 > x², അല്ലെങ്കിൽ x² < 9. നമ്മളിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നറിയോ? റൂട്ട് എടുക്കുമ്പം ഒന്നുകിൽ -3 വരും അല്ലേ? -3 വരാം, അല്ലെങ്കിൽ 3 വരാം. എടാ, ഈ ഒരു ഇൻഇക്വാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. x² < 9 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ ആയിരിക്കും? -3 തൊട്ട് 3 വരെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ എന്തായി? ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 തൊട്ട് 3 വരെയുള്ള റിയൽ നമ്പേഴ്സാണ് ഡൊമെയിൻ. -3 തൊട്ട് 3 വരെയുള്ള നമ്പേഴ്സാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനായിട്ട് വരിക. അത്രയും എക്സ് വാല്യൂസ് ആണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത നോക്ക്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള എക്സുകൾ നമ്മൾ f(x) ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലേ? ഈ ഫംഗ്ഷനിൽ എക്സിന് നമ്മൾ വാല്യൂസ് -3 തൊട്ട് 3 വരെയുള്ള വാല്യൂസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന f(x)ൻ്റെ വാല്യൂസ് ആണ് എന്ത്? റേഞ്ച് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്ക്, നമ്മളിവിടെ
ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് ഇപ്പോൾ എന്തൊക്കെ വാല്യൂസ് ഉള്ളത്? -3 തൊട്ട് 3 വരെയുള്ള വാല്യൂസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 9 മൈനസ് 3 സ്ക്വയർ. -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 തന്നെ. റൂട്ട് ഓഫ് 9 മൈനസ് 9 0 വരും. എഫ് ഓഫ് -3 എന്താണ്? 0 വരും. ഇത് തന്നെയല്ലേ എഫ് ഓഫ് 3യും വരിക? ഇവിടെ 3 ഇട്ട് കൊടുത്താലും 0 വരും അല്ലേ? അപ്പോൾ മൊത്തം 0 ആണോ വരിക? അല്ല, എൻഡ് പോയിന്റുകൾ ഞാൻ രണ്ടും ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് 0 ആണ് കിട്ടി. ഇടയിലുള്ളൊരു പോയിന്റ് ഇട്ട് കൊടുത്ത് നോക്ക്, ഒരു 0 ഇട്ട് കൊടുത്ത് നോക്ക്. എഫ് ഓഫ് 0 എന്ത് വരും? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 3ഓ -3ഓ എൻഡ് പോയിന്റ്സിലുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. മാക്സിമം വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. ശരിയല്ലേ? എൻഡ് പോയിന്റ്സിലെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. മാക്സിമം ആയിട്ടുള്ള വാല്യൂസ് 3 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റേഞ്ച് എത്രയായിരിക്കും? റേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ട് 3 വരെ ആയിരിക്കും. ഇതായിരിക്കും ഈ ഫംഗ്ഷന് നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്ന വാല്യൂസ്. 0 തൊട്ട് 3 വരെ. അതായത് ഏറ്റവും ചെറിയ വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി, ഏറ്റവും വലുത് കൊടുത്തപ്പോഴും നമുക്ക് 0 കിട്ടി. പക്ഷേ ഇടയിൽ എന്താവുന്നുണ്ട്? ഒരു 3 വരെ പോകുന്നുണ്ട്. അതാണ് റേഞ്ചിൻ്റെ മീനിങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത വെച്ച് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് 2 ആണ്. എപ്പോൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ 2 ആണ്, 0 ആകുമ്പോൾ 0 ആണ്, <0 ആകുമ്പോൾ -3 ആണ്. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. നമ്മൾ നേരത്തെ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് വരയ്ക്കാൻ തോന്നും അല്ലേ? നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. അതായത് എക്സ് >0 ആണെങ്കിൽ 2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്, നമ്മൾ ആ ബബിൾ ചെയ്യുന്നത് ഓർമ്മയുണ്ടാവണം. അതായത് എക്സ് 0 ആകുമ്പോൾ 0, നിങ്ങൾ അത് എന്ത് ചെയ്യുക? അതിവിടെ ബബിൾ ചെയ്ത് വെക്കാം. അതിവിടെ ബബിൾ ചെയ്യാം. അത് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്ത സർക്കിളായിട്ട് കൊടുക്കുക. കാരണം എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 0 തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ 2 ആണ് അല്ലേ? 2 ആണ്. ഇതിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ട് പോകും പോസിറ്റീവായിട്ടുള്ള എല്ലാ വാല്യൂസിനും. ശ്രദ്ധിക്കുക, എക്സ് 0 ആകുമ്പം 2 അല്ല വാല്യൂ. അതുകൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യാത്തൊരു ബബിൾ കൊടുക്കുക. എക്സ് 0 ആകുമ്പം ഇവിടെയാണോ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്? അല്ല, എക്സ് 0 ആകുമ്പോൾ 0 ആണ്. പക്ഷെ തൊട്ടടുത്ത വാല്യൂവിനാണ് 2 വരുന്നത്, പോസിറ്റീവ് നമ്പറിനാണ് 2 വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യാത്തൊരു ബബിൾ കൊടുക്കുക. ഇനി എന്താ വേണ്ടേ? <0 ആകുമ്പോൾ -3 ആണ്. അപ്പോൾ ഇവിടെ -3 കൊടുത്തു കഴിഞ്ഞാൽ 0 ആകുമ്പോൾ -3 അല്ലാത്തത് കൊണ്ട് അവിടെയും ഫില്ല് ചെയ്യാത്തൊരു ബബിൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു വര വരയ്ക്കാം. ശടാ, ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഫംഗ്ഷനായി. ഇവിടെ വാല്യൂസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ബബിളുകൾ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഇവിടെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക, ബാക്കി രണ്ടും ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? ഡൊമൈൻ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അല്ലേ? ഇത് സിഗ്നം ഫംഗ്ഷൻ്റെ ഒരു അളിയനാണ് ഇദ്ദേഹം. വലിയ ഏകദേശം ഒരേ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സ് ലൈനിലുള്ള വരുന്ന എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എക്സ് ആക്സിസിൻ്റെ മേലെയുള്ള. റേഞ്ച് എന്ന് പറഞ്ഞാലോ എന്തൊക്കെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ? ഏതൊക്കെയാ? 2 വരും, 0 വരും, -3 വരും. ഇതായിരിക്കും ഡൊമൈനും റേഞ്ചും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ടോപ്പിക് നോക്കിക്കാം മക്കളെ, ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. അതായത് രണ്ട് ഫംഗ്ഷൻസ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. ഫംഗ്ഷൻ f × g ചെയ്യാം. രണ്ട് ഫംഗ്ഷൻസ്, സോറി ഇത് f മൈനസ് അല്ലേ? രണ്ട് ഫംഗ്ഷൻസ് മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു k വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ രണ്ട് ഫംഗ്ഷൻസിന് നമുക്ക് f × g എന്ന് പറഞ്ഞ് രണ്ട് ഫംഗ്ഷൻസിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ f/g എന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാം. അതാണ് ആൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് വരുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരിക നോക്ക്. എഫ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലേക്കുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ജിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1ഉം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 3ഉം ആണെങ്കിൽ എങ്ങനെയാണ് f+g ഓഫ് എക്സ് ചെയ്യാം? അപ്പോൾ ഇവിടെ നോക്ക്, ഞാനിവിടെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലേ? ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. f+g ഓഫ് എക്സ്, ഇവിടെ നോക്ക്, f+g ഓഫ് എക്സ്. ഇതെങ്ങനെയാണ് വരിക എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെയും തന്നിരിക്കുന്ന ജി ഓഫ് എക്സിനെയും ഇങ്ങനെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇനി f - g ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. k × f ഓഫ് എക്സ്, kf ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ k ×
എഫ് ഓഫ് എക്സ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫങ്ഷൻസും. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ചെയ്യുക, എക്സാമ്പിൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റത്തത് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. നമ്മൾ എന്താ ചെയ്യണ്ടേ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. ജി ഓഫ് എക്സ് 2x മൈനസ് 3 ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, എക്സും 2xും ഉണ്ട് അല്ലേ? എക്സും 2xും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x. 1 മൈനസ് 3 ഉണ്ട്, -2. ഇതായിരിക്കും എന്ത് വരിക? എഫ് പ്ലസ് ജി ഓഫ് എക്സ് വരിക. ഓക്കെ. രണ്ടാമത്തതിൽ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ജി ഇൻറ്റു എക്സ്, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എന്താ വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 3 ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം അല്ലേ? 2 ഇൻറ്റു 2x, എക്സ് ഇൻറ്റു 3, 1 ഇൻറ്റു 2x, 1 ഇൻറ്റു -3 ചെയ്യണ്ടേ? ചെയ്യുമ്പോൾ എന്താ വരിക ആൻസർ? 2 ഇൻറ്റു എക്സ് 2x സ്ക്വയർ, എക്സ് ഇൻറ്റു -3 -3x, 1 ഇൻറ്റു 2x 2x, 1 ഇൻറ്റു -3 -3. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് എക്സ് -3 ഇതായിരിക്കും എഫ് ഇൻറ്റു ജി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? നമ്മുടെ റിലേഷൻസിലും ഫങ്ഷൻസിലും മേജറായിട്ടും പഠിക്കാനുള്ളൂ. അപ്പം എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, എന്താണ് റിലേഷൻ, എപ്പോഴാണ് റിലേഷൻ ഫംഗ്ഷൻ ആവുക, ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ച് എന്താണ്, പിന്നെ ആ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഫംഗ്ഷൻസും അതിൻ്റെ ഗ്രാഫും ഡൊമെയിനും റേഞ്ചും. ഇത്രയും മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല മിടുക്കരായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.